എന്തൊക്കെ തെറ്റുകളായിരിക്കും ആദ്യം വരുത്തുന്നത് ഒരു ഒരു പുതുതായിട്ട് കാനഡയിൽ എത്തുന്ന വ്യക്തി? പുതുതായിട്ട് കാനഡയിൽ എത്തുന്ന ആൾക്കാർ മേക്ക് ചെയ്യുന്ന മേജർ മിസ്റ്റേക്ക് ഒരു നമ്മളുടെ ഇൻകത്തേക്കാൾ കൂടുതൽ സ്പെൻഡിങ്ങിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. സോ അതിൽ പറഞ്ഞു വന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് ക്രെഡിറ്റ് കാർഡ്, രണ്ടൊന്ന് കാർ ലോൺസ്. സോ വെൻ എ പേഴ്സൺ നീഡ് ടു ബൈ എ കാർ? കാർ എന്ന് പറയുന്നത് ഒരു ബേസിക് ലൈഫ് റിക്വയർമെൻ്റ് ഒന്നുമല്ല. കാർ ഒരു കൺവീനിയൻസ് ആണ്. സോ എപ്പോഴാണ് ഒരാൾ ഒരു കൺവീനിയൻസിലേക്ക് പോകേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളുടെ മറ്റ് നീഡുകളൊക്കെ മീറ്റ് ചെയ്തതിന് ശേഷം. രണ്ടാമത് അതുപോലെ ക്രെഡിറ്റ് കാർഡിൽ നമ്മൾ ടേക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ക്രെഡിറ്റ് കാർഡ് കൊണ്ട് നമുക്കുണ്ടാകുന്ന ഇഷ്യൂസ്? ഹൗ മച്ച് ഷുഡ് വി സ്പെൻഡ് ഓൺ എ ക്രെഡിറ്റ് കാർഡ്? ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം തന്നെ എങ്ങനെയാണ് ക്രെഡിറ്റ് കാർഡിൻ്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എത്രയാണ് നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ഇൻട്രസ്റ്റ് വരുന്നത്, അതെങ്ങനെയാണ് അക്യൂമുലേറ്റ് ആകുന്നത്. കാരണം ക്രെഡിറ്റ് കാർഡിന് കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് ഉള്ളത്. നമ്മുടെ ലോക്കൽ ലാംഗ്വേജിൽ പറഞ്ഞാൽ പലിശമേ പലിശ എന്ന് പറയുന്നത് പോലെയാണ് ക്രെഡിറ്റ് കാർഡിൻ്റെ പലിശകൾ വരുന്നത്. വൈ ഐ ഷുഡ് നീഡ് എ ഫിനാൻഷ്യൽ കൺസൾട്ടന്റ്? ഇഫ് യു വാണ്ട് എ ബെറ്റർ ഫൈനാൻഷ്യൽ ഫ്യൂച്ചർ ഇൻ കാനഡ. വെൽവിൻ സാർ, വെൽക്കം ടു GSC. നമ്മൾ പറഞ്ഞു തുടങ്ങുന്ന ടോപ്പിക്ക് ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റ് എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ പേഴ്സണൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഹെൽത്തിൻ്റെ വാട്ട് ഈസ് എ പാർട്ട് ഇൻ എ പേഴ്സൺസ് ലൈഫ്? ഒരു ആളുടെ ഫൈനാൻഷ്യൽ പ്ലാനിങ് അല്ലെന്നുണ്ടെങ്കിൽ പേഴ്സണൽ ഫൈനാൻസ് മാനേജ്മെൻറ്റിൽ ഒരു അഡ്വൈസർ എന്ന നിലയിൽ എല്ലാ ആസ്പെക്റ്റിലും ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഗോള്. അതൊരു ചിലപ്പോൾ കുറച്ച് ഇൻഷുറൻസുകളായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കാം. പക്ഷേ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ബേസ്ഡ് അഡ്വൈസ് കൊടുക്കുക എന്നതിലുപരി അവരുടെ എൻറ്റയർ ഫൈനാൻഷ്യൽ പിക്ചറിനകത്ത് ഈ പ്രൊഡക്റ്റുകൾ എങ്ങനെ പ്ലേസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളുടെ ഒരു ഗോളും. അതാണ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. കാനഡയിലെ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ പ്ലാൻ, മണി മാനേജ്മെൻറ്റ് പ്ലാൻ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു ബേസിക് പ്രോട്ടോകോൾ എന്തൊക്കെയായിരിക്കും? ബേസിക് പ്രോട്ടോക്കോള് നമ്മൾ കാനഡയിൽ ലാൻഡ് ചെയ്ത് ഇൻകം ഏൺ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ആദ്യം അറിയേണ്ടത് നമ്മുടെ ക്യാഷ് ഫ്ലോ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, എത്ര ഡോളർ വരുന്നുണ്ട്, എത്ര ഡോളർ പോകുന്നുണ്ട്, ഈ പോകുന്നത് എങ്ങോട്ടൊക്കെയാണ് പോകുന്നത്, ഇത് ഐഡൻറ്റിഫൈ ചെയ്യുക ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് കാനഡയിലെ പേഴ്സണൽ ഫൈനാൻഷ്യൽ പിക്ചർ അല്ലെന്നുണ്ടെങ്കിൽ കാനഡയിലെ ഫൈനാൻഷ്യൽ എക്കോസിസ്റ്റം അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പഠിക്കണം. നമ്മൾ വന്ന രാജ്യത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു എക്കണോമിക് സിസ്റ്റം ആയിരിക്കില്ല കാനഡയിൽ ഉണ്ടാകുന്നത്. അപ്പോൾ അതും കൂടെ പഠിച്ച് നമ്മൾക്കൊരു ക്യാഷ് ഫ്ലോ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അവിടെ നിന്നാണ് നമ്മുടെ പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തൊക്കെ തെറ്റുകളായിരിക്കും ആദ്യം വരുത്തുന്നത് ഒരു ഒരു പുതുതായിട്ട് കാനഡയിൽ എത്തുന്ന വ്യക്തി? പുതുതായിട്ട് കാനഡയിൽ എത്തുന്ന ആൾക്കാർ മേക്ക് ചെയ്യുന്ന മേജർ മിസ്റ്റേക്ക് ഒരു നമ്മളുടെ ഇൻകത്തേക്കാൾ കൂടുതൽ സ്പെൻഡിങ്ങിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അതിനുള്ള പ്രധാന കാരണം ഒന്നെങ്കിൽ കാറ് പോലെയുള്ള സ്പെൻഡിങ്. കാരണം കാറിനൊക്കെ നല്ല എക്സ്പെൻസ് ആണ്. പുതിയ കാറിനൊക്കെ $700 അടുത്ത് മന്ത്ലി എക്സ്പെൻസ് വരും. പിന്നെ ഓവർ സ്പെൻഡിങ്, മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഫോർ എക്സാമ്പിൾ വീട് പോലുള്ള കാര്യങ്ങൾക്കുള്ള ഓവർ സ്പെൻഡിങ്. ഇതാണ് മെയിനായിട്ട് ആൾക്കാർ വരുത്തുന്ന മിസ്റ്റേക്ക്. നമ്മളുടെ ഇൻകം ഐഡൻറ്റിഫൈ ചെയ്ത് ആ ക്യാഷ് ഫ്ലോ ഐഡൻറ്റിഫൈ ചെയ്യാതെയുള്ള സ്പെൻഡിങ് ഹാബിറ്റ്സ് അത് എപ്പോഴും തന്നെ ഒരു നെഗറ്റീവ് ക്യാഷ് ഫ്ലോയിലേക്ക് പോവുകയും ഡെപ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ആൾക്കാർക്ക്. ഓക്കെ, അങ്ങനെ ഉണ്ടായ ഒരു വലിയ ഉദാഹരണം പറയാൻ പറ്റുമോ? പേഴ്സണലായിട്ട് ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടൻ്റ് എന്ന രീതിയിൽ ഇതുവരെ ഉണ്ടായ ഒരു പേഴ്സണൽ ജേണിയിൽ അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു കോമൺ മിസ്റ്റേക്ക് പുതുതായിട്ട് വന്നൊരു വ്യക്തിയിൽ നിന്നും അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഒത്തിരി. കാരണം 800ഓളം ഫാമിലീസിൻ്റെ ഫൈനാൻഷ്യൽ നീഡ് അനാലിസിസ് ഞാൻ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ 3 ഇയറിൽ. അതിനകത്ത് പ്രത്യേകിച്ച് പുതുതായിട്ട് വന്ന ആൾക്കാരുടെ, ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആയിട്ട് വന്ന ആൾക്കാരുടെയൊക്കെ നീഡ് അനാലിസിസ് ചെയ്യുമ്പോൾ ഒരുപാട് പേര് ക്രെഡിറ്റ് കാർഡ് ഡെപ്റ്റിലും അതുപോലെ തന്നെ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത കാർ, ഈ 2 കേസിലാണ് ആൾക്കാർ മാക്സിമം ഫൈനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്നത്, പ്രത്യേകിച്ച് ന്യൂ കമേഴ്സ്. ക്രെഡിറ്റ് കാർഡ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് അറിയത്തില്ലാത്ത ഒരുപാട് പേര് കാനഡയിൽ ഇപ്പോഴും ഉണ്ട്. 25 തൊട്ട് 40% വരെയൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ക്രെഡിറ്റ് കാർഡുകളും കാനഡയിലുണ്ട്. അത് നമ്മളൊരു 40% ഉള്ള ക്രെഡിറ്റ് കാർഡുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഈവൻ കാർ ലോൺ പോലും 16% ഉള്ള കാർ ലോൺ വരെ ഞാൻ കണ്ടിട്ടുണ്ട്. മിസിസാഗയിലെ സ്കാർബോയിലൊക്കെ ഉള്ള ആൾക്കാർ സെല് ചെയ്യുന്ന കാറുകളാണ്. അതൊക്കെ ഒരാളുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന ഫൈനാൻഷ്യൽ ഡാമേജ് ഭയങ്കര ഡെപ്തിലുള്ളതാണ്. റിക്കവർ ചെയ്യാൻ പോലും പലപ്പോഴും പറ്റാത്ത രീതിയിലുള്ള ഫൈനാൻഷ്യൽ ഡാമേജ് ഉണ്ടാവും. ഇതാണ് ഞാൻ മെയിനായിട്ട് പുതുതായിട്ട് വന്ന ആൾക്കാരുടെ നീഡ് അനാലിസിസ് ചെയ്യുമ്പോൾ കണ്ടുവരുന്ന ഒരു വിഷയം. സോ അതിൽ പറഞ്ഞു വന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് ക്രെഡിറ്റ് കാർഡ്, രണ്ടൊന്ന് കാർ ലോൺസ്. സോ വെൻ എ പേഴ്സൺ നീഡ് ടു ബൈ എ കാർ? കാർ എന്ന് പറയുന്നത് ഒരു ബേസിക് ലൈഫ് റിക്വയർമെൻ്റ് ഒന്നുമല്ല. കാർ ഒരു കൺവീനിയൻസ് ആണ്.
സോ എപ്പോഴാണ് ഒരാൾ ഒരു കൺവീനിയൻസിലേക്ക് പോകേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളുടെ മറ്റ് നീഡുകളൊക്കെ മീറ്റ് ചെയ്തതിന് ശേഷമാണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഡെപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബേസിക് ആയിട്ടുള്ള സേവിങ്സ് ഒന്നുമില്ല. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് ഓർഡർ ആക്കിയതിന് ശേഷമാണ് നമുക്കൊരു ചെറിയ എമൗണ്ട് ഒരു അഡീഷണൽ കൺവീനിയൻസ് ആയിട്ടുള്ള കാറിലേക്ക് നീക്കി വെക്കേണ്ടത്. അങ്ങനെ നീക്കി വെക്കുമ്പോഴും അത് നമ്മുടെ അഫോർഡബിലിറ്റിക്ക് ഉള്ളിൽ നിൽക്കണം. നമ്മളുടെ ഇൻകത്തിൻ്റെ ഒരു മേജർ ഷെയർ കാറ് പോലെയുള്ള ഒരു കൺവീനിയൻസിലേക്ക് മാറിക്കഴിഞ്ഞാൽ എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ മൊത്തത്തിലുള്ള സേവിങ്സിനെയും ഇൻവെസ്റ്റ്മെൻറ്റ്സിനെയും ഫൈനാൻഷ്യൽ പിക്ചറിനെ അത് അഫക്റ്റ് ചെയ്യും. രണ്ടാമത് അതുപോലെ ക്രെഡിറ്റ് കാർഡിൽ നമ്മൾ ടേക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ക്രെഡിറ്റ് കാർഡ് കൊണ്ട് നമുക്കുണ്ടാകുന്ന ഇഷ്യൂസ്? ഹൗ മച്ച് ഷുഡ് വി സ്പെൻഡ് ഓൺ എ ക്രെഡിറ്റ് കാർഡ്? ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം തന്നെ എങ്ങനെയാണ് ക്രെഡിറ്റ് കാർഡിൻ്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എത്രയാണ് നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ഇൻട്രസ്റ്റ് വരുന്നത്, അതെങ്ങനെയാണ് അക്യൂമുലേറ്റ് ആവുന്നത്. കാരണം ക്രെഡിറ്റ് കാർഡിന് കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റാണ് ഉള്ളത്. നമ്മുടെ ലോക്കൽ ലാംഗ്വേജിൽ പറഞ്ഞാൽ പലിശമേ പലിശ എന്ന് പറയുന്നത് പോലെയാണ് ക്രെഡിറ്റ് കാർഡിൻ്റെ പലിശകൾ വരുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ക്രെഡിറ്റ് കാർഡിനകത്ത് $1000 നമുക്ക് ബാലൻസ് ഉണ്ടെങ്കിൽ അത് 2000 ആയിട്ട് ഡബിൾ ആകാൻ വലിയ സമയമൊന്നും വേണ്ട. 5-6 കൊല്ലം കൊണ്ട് നമ്മളുടെ കട ഇരട്ടിയാവും. അപ്പം എങ്ങനെയാണ് ക്രെഡിറ്റ് യൂട്ടിലൈസ് ചെയ്യേണ്ടതെന്ന് പലപ്പോഴും ആൾക്കാർ ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടത് നമ്മളുടെ ടോട്ടൽ അവൈലബിൾ ക്രെഡിറ്റ് ലിമിറ്റിൻ്റെ 40% താഴെ നമ്മളുടെ ക്രെഡിറ്റ് യൂസേജ് നിർത്തണം. ഇപ്പം കാനഡയിൽ ആദ്യമായിട്ട് വരുന്ന ആൾക്കാർക്ക് $1000 ആയിരിക്കും ക്രെഡിറ്റ് കാർഡ് കിട്ടുന്നത്. $1000 ക്രെഡിറ്റ് കാർഡ് ഉള്ള ഒരാൾ അയാളുടെ മന്ത്ലി യൂസേജ് ഒരു 400 താഴെ ആയിരിക്കണം. 400 മേളിൽ പോയി കഴിഞ്ഞാൽ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ കൂടുകയും അയാളുടെ ക്രെഡിറ്റ് സ്കോറിനെ അത് അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. സോ അത് ആദ്യം നോക്കുക. രണ്ടാമത്തെ കാര്യം ക്രെഡിറ്റ് ഇൻട്രസ്റ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, മാസാമാസം നമുക്ക് കറക്റ്റായിട്ട് പേ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടോ, നമ്മളുടെ മന്ത്ലി ഇൻകത്തേക്കാൾ കൂടുതൽ നമ്മൾ ക്രെഡിറ്റ് യൂസ് ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നമ്മളൊന്ന് കൺസിഡർ ചെയ്യണം. നമ്മൾ മന്ത്ലി ഇൻകത്തേക്കാൾ കൂടുതൽ ക്രെഡിറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മൾ കടത്തിലേക്ക് പോവുകയാണ്. എനിക്ക് $2000 ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. സോ ഐ ആം മേക്കിംഗ് ആൻ എക്സ്പെൻസ് ഫോർ അറൗണ്ട് $1900. അത് ഒരു നല്ല ചോയ്സ് ആണോ? ബട്ട് ഐ എം റീപേയിങ് ഇറ്റ് ഓൺ കറക്റ്റ് ടൈം. ലൈക്ക് നെക്സ്റ്റ് മന്ത് ബിൽ ജനറേറ്റ് ആകുമ്പോൾ ഐ എം പേയിങ് ഇറ്റ്. സോ അങ്ങനെ എല്ലാ മാസവും നമ്മൾ ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു 90% യൂട്ടിലൈസ് ചെയ്തിട്ട് നമ്മൾ റീപേ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് ഒരു ബെറ്റർ ചോയ്സ് ആണ്. അതൊരു ബെറ്റർ ചോയ്സ് അല്ല. $2000 ക്രെഡിറ്റ് കാർഡ് ഉള്ളതും $2000 $1900 ഒരു മാസം യൂസ് ചെയ്യുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. 1900 നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം 90% മുകളിൽ നമ്മളുടെ ക്രെഡിറ്റ് യൂട്ടിലൈസേഷനാണ്. ഓക്കെ, സോ ജെനുവിൻലി ചില ആൾക്കാർക്ക് മന്ത്ലി ബില്ലുകളും കാര്യങ്ങളും എല്ലാം കൂടെ ചേർന്ന് അത്രയും യൂസേജ് ചില ആൾക്കാർക്ക് വരും. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ബാങ്കിൽ ചെന്നിട്ട് പറയുക എനിക്ക് ക്രെഡിറ്റ് അവൈലബിൾ ക്രെഡിറ്റ് കൂട്ടിത്തരാമോ എന്ന് ചോദിക്കുക. അപ്പോൾ അവരതൊരു 4000 ആക്കി തന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ മന്ത്ലി എക്സ്പെൻസ് $2000 നിൽക്കുമല്ലേ. സോ നമ്മുടെ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ കുറഞ്ഞില്ലേ. അങ്ങനെ നമുക്ക് യൂട്ടിലൈസേഷൻ കുറയ്ക്കാൻ പറ്റും. ബില്ലുകൾ കുറയ്ക്കുക എന്നുള്ളത് കാനഡയിൽ അത്ര പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല. ബിൽസ്, അത് നടന്നേ പറ്റത്തുള്ളൂ. അപ്പം നമ്മളുടെ അവൈലബിൾ ക്രെഡിറ്റ് കൂട്ടുക, അങ്ങനെ നമ്മളുടെ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ കുറയ്ക്കാൻ പറ്റും. Why I should need a financial consultant? If you want a better financial future in Canada, a financial consultant might help you. അതൊരു മാൻഡേറ്ററി റിക്വയർമെന്റ് അല്ല, അതുകൊണ്ടാണ് ഞാൻ മൈറ്റ് എന്ന വാക്ക് ഉദ്ദേശിച്ചതോടെ. So what are the areas you might help me? നമുക്ക് കാനഡയിൽ പല കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. ഒരു ഫൈനാൻഷ്യൽ കൺസൾട്ടൻറ്റിൻ്റെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് അതിനുള്ള ബേസിക് നോളജ് ഉണ്ടാവണം. എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇൻഷുറൻസസ് വർക്ക് ചെയ്യുന്നത്, കാനഡയിലെ രജിസ്റ്റേർഡ് മീഡിയംസ് എന്തൊക്കെയാണ്, എവിടെ സേവ് ചെയ്യണം, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ നമുക്കൊരു അഡ്വൈസർ ഇല്ലാതെ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ എത്ര പേർക്ക് ഈ വക കാര്യങ്ങളെക്കുറിച്ചൊരു ഡെപ്തിൽ നോളജ് ഉണ്ട്, അല്ലെങ്കിൽ ആ നോളജിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി നമുക്ക് എത്ര പേർക്ക് ടൈം ഇടാൻ പറ്റും? അത് ഇല്ലാത്ത ആൾക്കാർക്കും അല്ലെങ്കിൽ ആ നോളജ് അക്വയർ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരെയും ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഒരു അഡ്വൈസറുടെ റോൾ. ടാക്സുകൾ ആണ് കാനഡയിലെ ഏറ്റവും വലിയൊരു കൺസേൺ. എങ്ങനെ ടാക്സുകൾ കുറയ്ക്കാൻ പറ്റും? ടാക്സ് കുറയ്ക്കുക എന്നുള്ളത് പോസിബിൾ ആണോ? അതൊരു നല്ല ചോദ്യമാണ്. പലരും എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ചോദിക്കും, മെൽവിൻ ബ്രോ, ഈ ടാക്സ് എങ്ങനെയാണ് നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുന്നത്? ഓക്കെ, ടാക്സ് ഇല്ലാതാക്കാനൊന്നും പറ്റത്തില്ല. ഓക്കെ, അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. ടാക്സ് കുറയ്ക്കാൻ പറ്റും, അതിനുള്ള ലീഗൽ മെത്തേഡ്സ് ഉണ്ട്. പക്ഷേ ടാക്സ് ഇല്ലാതാക്കുക അല്ലെങ്കിൽ ടാക്സ് അവോയ്ഡൻസ് എന്നൊക്കെ പറയുന്നത് അത്ര നല്ലൊരു സ്ട്രാറ്റജി അല്ല. പലപ്പോഴും അത് ഇല്ലീഗലാണ്.
പക്ഷെ നമ്മളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ അനുസരിച്ച് ചിലപ്പം രജിസ്റ്റേർഡ് മീഡിയംസ് ഒക്കെ യൂസ് ചെയ്തും അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് ടാക്സ് മിനിമൈസേഷൻ സ്ട്രാറ്റജീസ് യൂസ് ചെയ്ത് നമുക്ക് ടാക്സ് കുറയ്ക്കാൻ പറ്റും. അത് ഓരോ ആൾക്കാരുടെയും നീഡ് അനുസരിച്ച് മാറി മാറി വരും. വാട്ട് ആർ ദോസ് രജിസ്റ്റേർഡ് മീഡിയംസ്? രജിസ്റ്റേർഡ് മീഡിയംസ് അതൊരു നല്ല ചോദ്യമാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾ ബാങ്കിലൊക്കെ ചെല്ലുമ്പോൾ TFSA അല്ലെങ്കിൽ ഓപ്പൺ ആൻഡ് RRSP വിത്ത് അസ് എന്നൊക്കെ പറഞ്ഞ വാക്കുകൾ കേട്ടിട്ടുണ്ടാവില്ലേ? ഈ പറയുന്ന TFSA, RRSP അല്ലെങ്കിൽ FHSA എന്നൊക്കെ പറയുന്ന ഈ 4 ലെറ്റർ തിങ്സ് ആണ് എന്ത് പറയുക രജിസ്റ്റേർഡ് മീഡിയംസ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റുകളെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മീഡിയംസ് ആണിത്. ഓക്കെ, സോ ഒരു ബാസ്ക്കറ്റ് പോലെ വർക്ക് ചെയ്യും. ഈ മീഡിയംസിനകത്ത് നമുക്ക് നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഹോൾഡ് ചെയ്യാം. നൗ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രജിസ്റ്റേർഡ് മീഡിയംസ് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ടാക്സ് അഡ്വാൻറ്റേജ് പ്രൊവൈഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ TFSAയിൽ നമുക്ക് എത്ര റിട്ടേൺസ് കിട്ടിയാലും അത് ടാക്സ് ഫ്രീ ആയി മാറി. അതേസമയം RRSPയിലേക്ക് വരുമ്പം RRSPയിൽ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതനുസരിച്ച് നമ്മളുടെ ഇൻകം ടാക്സ് കുറയും. ഓക്കെ, FHSAയിലും ഇൻകം ടാക്സ് കുറയും, നമുക്ക് ടാക്സ് ഫ്രീ ആയിട്ട് വീട് മേടിക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. അതുപോലെ കുട്ടികളുടെ സേവിങ്സിന് വേണ്ടിയിട്ടും ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്ക് വേണ്ടി സേവിങ്സിന് വേണ്ടിയിട്ടും റിട്ടയർമെൻറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഒക്കെ ഒരുപാട് രജിസ്റ്റേർഡ് മീഡിയംസ് കാനഡയിലുണ്ട്. നമ്മളുടെ നീഡ് അനുസരിച്ചും ഫൈനാൻഷ്യൽ സർക്കംസ്റ്റാൻസസ് അനുസരിച്ചും നമുക്ക് ഈ മീഡിയംസ് പിക്ക് ചെയ്യുകയും നമുക്ക് വേണ്ട ടാക്സ് അഡ്വാൻറ്റേജസ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യാം. സ്പെസിഫിക് ആയിട്ട് ഏതൊക്കെയാണ് മീഡിയംസ് എന്നുള്ളത് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറയാം. ഒരു സാധാരണ ആളെ സംബന്ധിച്ച് എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ട 4 മീഡിയംസ് ടാക്സ് ഫ്രീ സേവിങ്സ് അക്കൗണ്ട് അല്ലെങ്കിൽ TFSA, RRSP രജിസ്റ്റേർഡ് റിട്ടയർമെൻറ്റ് സേവിങ്സ് പ്ലാന്, RESP രജിസ്റ്റേർഡ് എഡ്യൂക്കേഷൻ സേവിങ്സ് പ്ലാന്, FHSA ഫസ്റ്റ് ഹോം സേവിങ്സ് അക്കൗണ്ട്, പിന്നെ RDSP രജിസ്റ്റേർഡ് ഡിസബിലിറ്റി സേവിങ്സ് പ്ലാൻ. ഇതാണ് മെയിനായിട്ട് ഒരു ആവറേജ് ഫാമിലി അറിഞ്ഞിരിക്കേണ്ട 4 അല്ലെങ്കിൽ 5 രജിസ്റ്റേർഡ് മീഡിയംസ്. പക്ഷേ ഇതല്ലാതെയും വേറെ പ്ലാനുകളുണ്ട്. ഫോർ എക്സാമ്പിൾ ലിറ ലോക്ക്ഡ് ഇൻ റിട്ടയർമെൻറ്റ് അക്കൗണ്ട്, രജിസ്റ്റേർഡ് റിട്ടയർമെൻറ്റ് ഇൻകം ഫണ്ട്, അങ്ങനെ വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ അതെല്ലാം കൂടുതലും യൂസ് വരുന്നത് നമ്മൾ റിട്ടയർമെൻറ്റിനോട് അടുക്കുന്നതനുസരിച്ച്. ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് TFSA, RRSP, FHSA, RESP ഈ 4 കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുക. കാനഡയിൽ പുതുതായിട്ട് വരുന്നൊരു വ്യക്തി ഏതൊരു മീഡിയം ആയിരിക്കണം ചൂസ് ചെയ്യേണ്ടത് ഈ 4 അത് ആ വ്യക്തിയുടെ ഇൻകവും ഫൈനാൻഷ്യൽ സിറ്റുവേഷനും ഫൈനാൻഷ്യൽ ഗോളും അനുസരിച്ചിരിക്കും. പക്ഷേ സാധാരണ ഒരു ആവറേജ് ന്യൂ കമ്മറെ സംബന്ധിച്ച് വളരെ ലോ ഇൻകം ഉള്ള ആൾക്കാരായിരിക്കും. അവർ ജോലിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നു, അവർക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സേവിങ്സ് വേണം, അതുപോലെ തന്നെ അവർക്കൊരു ആവശ്യം വന്നാൽ വിഡ്രോ ചെയ്യാൻ പറ്റണം. അവരതുപോലെ ഒരു വലിയ ഹയർ ടാക്സ് ബ്രാക്കറ്റിലുള്ള ആൾക്കാർ വളരെ കുറവാണ്. എല്ലാവരും ചെറിയ ജോലികൾ ചെയ്തിട്ടില്ല സ്റ്റാർട്ട് ചെയ്ത് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു ആവറേജ് പേഴ്സണെ സംബന്ധിച്ച് TFSA ആയിരിക്കും മോസ്റ്റ്ലി ദി സ്യൂട്ടബിൾ മീഡിയം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അഗെയിൻ ചില ആൾക്കാരൊക്കെ നല്ല ജോലിയൊക്കെ കിട്ടി വരുന്ന IT-കാരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ വന്ന് ഇറങ്ങുമ്പം തന്നെ 100,000 120,000 ഒക്കെ സാലറി ഉള്ള ജോലി ഉണ്ടാവും. അങ്ങനെയുള്ളവർക്കും കുറച്ചുകൂടെ ഫൈനാൻഷ്യലി സെറ്റിലായ ആൾക്കാർക്കും RRSP ഒക്കെ യൂസ് ചെയ്യാം. കാരണം അവർക്ക് ഇൻകം ടാക്സ് കുറയ്ക്കുകയും കൂടെ വേണമല്ലോ. RRSP നമ്മുടെ ടാക്സ് കുറയ്ക്കാനും കൂടെ ഹെൽപ്പ് ചെയ്യും. ഒരു പേഴ്സണൽ ആയിട്ടുള്ള ചോദ്യം, കാര്യം ഞാൻ ഇതുവരെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്ത എല്ലാ ആൾക്കാരോടും ചോദിച്ചൊരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് അവർ ആ പ്രൊഫഷനിലേക്ക് മാറിയെന്നുള്ളത്. സോ അതേ ചോദ്യം ഞാൻ മെൽവിനോടും ചോദിക്കുകയാണ്, വൈ യു ചൂസ് ദിസ് പ്രൊഫഷൻ? പ്രൊഫഷൻ ഞാൻ ചൂസ് ചെയ്തതല്ല, പ്രൊഫഷൻ എന്നെ ചൂസ് ചെയ്തതാണെന്നാണ് പറയാനായിട്ട്. കാരണം ഞാൻ വളരെ ആക്സിഡൻ്റലായിട്ട് പ്രൊഫഷനിലേക്ക് വന്ന ഒരാളാണ്. ഫൈനാൻഷ്യൽ ഇൻഡസ്ട്രി എൻ്റെ ലീസ്റ്റ് പ്രിഫേർഡ് ഓപ്ഷനായിരുന്നു ആക്ച്വലി. ഒരിക്കലും ഇതെൻ്റെ ഒരു പാഷനായി മാറുമെന്നോ അല്ലെന്നുണ്ടെങ്കിൽ എനിക്കിതിനകത്ത് വലിയ തരക്കേടില്ലാതെ ഒരു ബിസിനസ് റൺ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. വളരെ യാദൃശ്ചികമായിട്ട് ബിസിനസ്സിലേക്ക് വരികയും എന്താ പറയുക, നമുക്ക് ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ വേണ്ട ലൈസൻസിനെ കുറിച്ചൊക്കെ കേൾക്കുകയും ചെയ്തു. അങ്ങനെ ഞാനൊരു ഏജൻസി ത്രൂ സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനുള്ള ആഗ്രഹങ്ങളൊക്കെ വന്നപ്പം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറി ഇപ്പോൾ സ്വന്തമായിട്ട് ഏജൻസി റൺ ചെയ്യുന്നു. ഫിനാൻഷ്യൽ മാനേജ്മെന്റിലേക്ക് വരുന്നതിന് മുന്നേ, ഒരു കൺസൾട്ടന്റ് എന്ന രീതിയിലേക്ക് മാറുന്നതിന് മുന്നേ, വാട്ട് വാസ് യുവർ പ്രൊഫഷൻ? പ്രൊഫഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാട്ടിൽ ഞാൻ ഡെന്റിസ്റ്റ് ആയിരുന്നു, ഡോക്ടറായിരുന്നു. ഓക്കെ, പക്ഷേ അത് ഞാനൊരു പ്രൊഫഷനായിട്ട് കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ അധികം വർക്ക് ചെയ്തിട്ടില്ല ഡെന്റിസ്ട്രി ഫീൽഡിൽ. പക്ഷേ ഐ വാസ് നോട്ട് ബാഡ് അറ്റ് ഇറ്റ്, പക്ഷേ ഞാൻ അങ്ങനെ വർക്ക് ചെയ്തിട്ടില്ല. കാനഡയിൽ വന്നതിന് ശേഷം പല കാര്യങ്ങളും ചെയ്തു. അപ്പോൾ വന്നിട്ട് 8 വർഷത്തോളമായി. എല്ലാവരും ചെയ്യുന്ന പോലെ റെസ്റ്റോറൻറ്റ് ജോലി തൊട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്താണ് ഇവിടം വരെ എത്തിയത്. കാനഡയിലെ ലൈഫ് ജേണി എന്ന് പറയാൻ പറ്റുമോ? കാനഡയിലെ ലൈഫ് ജേണി 2017 ഇന്റർനാഷണൽ സ്റ്റുഡൻ്റ് ആയിട്ട് വന്നതാണ്. ഏജൻസി ത്രൂ അല്ലേ വന്നേ? തീർച്ചയായിട്ടും. എല്ലാവരോടും ചോദിക്കുന്നുണ്ട്, കാര്യം ഏജൻസി ത്രൂ അല്ലാതെ വന്ന ഏതെങ്കിലും ഒരു സ്റ്റുഡൻറ് ഉണ്ടോ എന്ന് കാണാനുള്ളൊരു ക്യൂരിയോസിറ്റി എനിക്കുണ്ട്. ഏജൻസി ത്രൂ അല്ലാതെ വരുന്നവർ വളരെ കുറവല്ലേ? ഓക്കെ, ഞാനും ഏജൻസി ത്രൂ തന്നെയാണ് വന്നത്. പക്ഷേ അന്ന് ഇത്രയും ആൾക്കാർ കാനഡയിലേക്ക് വന്നിട്ടില്ല. ഞാൻ കിങ്സ്റ്റൺ സെൻറ്റ് ലോറൻസ് കോളേജിലാണ് പഠിച്ചതൊക്കെ. അന്ന് എൻ്റെ കിങ്സ്റ്റണിൽ തന്നെ വളരെ കുറച്ച് മലയാളീസേ ഉള്ളൂ.
അവിടെ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചു. പിന്നീട് ഒരു PR ആവശ്യങ്ങൾക്ക് വേണ്ടി ടൊറൻറ്റോയിലേക്ക് മൂവ് ചെയ്തു. അവിടെ 2-3 വർഷം ഒരു ഓഫീസ് മാനേജ്മെൻറ്റ് റോളിൽ നിന്നു. പിന്നെ പല ജോലികളും ചെയ്തു. ഇപ്പം ഡെലിവറീസും എന്താ പറയുക ട്രാൻസ്പോർട്ടേഷൻ, ട്രക്ക് ഡ്രൈവിംഗ്, അങ്ങനെ പല കാര്യങ്ങളും ചെയ്തു. കഴിഞ്ഞ 3 വർഷമായിട്ട് ഇപ്പം ഫൈനാൻഷ്യൽ ഇൻഡസ്ട്രിയിലുണ്ട്. ഒരു 4 വർഷം മുന്നേ ഒരു കല്യാണമൊക്കെ കഴിച്ചു. വൈഫും ഉണ്ട്. കിങ്സിന് സെറ്റിലായിട്ട് മുമ്പോട്ട് പോകുന്നു. കൺസൾട്ടൻ്റ് എന്ന രീതിയിൽ നമ്മൾ ആളുകളോട് സംസാരിക്കുമ്പോൾ വാട്ട് ആർ ദ തിങ്സ് യു കീപ്പ് ഇൻ മൈൻഡ്? വളരെ സെയിൽസി അല്ലാതെ അവരുടെ കാര്യങ്ങൾ കേട്ട് അവർക്ക് വേണ്ട നീഡിനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതാണ് ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ വെക്കുന്നൊരു കാര്യം. കാരണം ഞാൻ കാനഡയിലായിരുന്നപ്പം ഞാൻ കാനഡയിലൊക്കെ വന്ന സമയത്ത് ഈ വക കാര്യങ്ങളെക്കുറിച്ചൊന്നും എനിക്കറിയില്ലായിരുന്നു. ഇപ്പോഴും ഒരുപാടൊന്നും അറിയാമായിട്ടല്ല. പക്ഷേ കഴിഞ്ഞ 2-3 വർഷം അത്രയും സമയം ഞാൻ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പം എൻ്റെ അടുത്ത് ഒരാൾ എനിക്കൊരു അഡ്വൈസ് തരാൻ വേണ്ടി വരുമ്പം അവർ എന്ത് പറയുക എന്തെങ്കിലും ജഡ്ജ്മെൻ്റലായിട്ട് എൻ്റെ അടുത്ത് പറയുകയോ അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രിഫേർഡ് ആയിട്ടുള്ള സൊല്യൂഷൻസും അല്ലെങ്കിൽ അവർക്ക് കമ്മീഷൻ കൂടുതൽ കിട്ടുന്ന പ്രൊഡക്റ്റുകളും എൻ്റെ അടുത്ത് പുഷ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ എനിക്കുണ്ടാകുന്ന ഫീലിംഗ് അത് മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ക്ലയൻസിനോട് സംസാരിക്കുന്നത്. നമുക്കൊരു ബെനിഫിറ്റ് ഉണ്ടാവുക, ഒബിയസ്ലി നമ്മളൊരു ബിസിനസ് റൺ ചെയ്യുന്ന ആളാണ്, നമുക്ക് ഇൻകം വരണം. പക്ഷേ അതിലുപരി ഇതൊരു മ്യൂച്വൽ തിങ് ആയിരിക്കണം, അവർക്കും ബെനിഫിറ്റ് ഉണ്ടാവണം. അപ്പം അവരുടെ കാര്യങ്ങൾ കേൾക്കുക, അവരുടെ ഫിയർ ഐഡൻറ്റിഫൈ ചെയ്യുക. ചില ആൾക്കാർ ഫൈനാൻഷ്യലി അത്ര നല്ലൊരു കണ്ടീഷനിലായിരിക്കില്ല. അപ്പം വളരെ അവർക്ക് മാത്രം അറിയാവുന്ന വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ അവർ നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യും. അവരുടെ ഡെപ്റ്റ് പോലുള്ള കാര്യങ്ങളും ഇൻസെക്യൂരിറ്റീസും ഒക്കെ. അപ്പോൾ അത് ബേസ് ചെയ്ത് അവരെ ജഡ്ജ് ചെയ്യാതിരിക്കുക. അത് മനസ്സിൽ കണ്ടിട്ടാണ് ഞാൻ ആൾക്കാരോട് കൂടുതലും ഇടപെടാറുള്ളത്. വാട്ട് ആർ ദ ഫിയർ ഫോർ ഓൾ ദീസ് പീപ്പിൾസ്? ഫിയർ എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ഫൈനാൻസസ് വേറൊരാളോട് ഡിസ്കസ് ചെയ്യാനായിട്ട് ഒരു സ്റ്റിഗ്മ ഉണ്ടല്ലോ. ഇപ്പം അബിയാണെന്നുണ്ടെങ്കിലും ഞാനാണെന്നുണ്ടെങ്കിലും നമ്മളുടെ സ്പെൻഡിങ് ഹാബിറ്റ്സോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ മണി സ്പെൻഡ് ചെയ്യുന്നു, നമുക്ക് എത്ര ഡെപ്റ്റ് ഉണ്ട്, ഈ വക കാര്യങ്ങൾ നമ്മൾ പബ്ലിക്കലി ഡിസ്കസ് ചെയ്യാൻ നമുക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവർ എൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമ്മളൊരു നീഡ് അനാലിസിസ് ചെയ്യുമ്പം വളരെ പ്രിസൈസ് ആയിട്ട് അവരുടെ ഡീറ്റെയിൽഡ് ഫൈനാൻഷ്യൽ നീഡ് അനാലിസിസാണ് ചെയ്യുന്നത്. അവരുടെ ഫോൺ ബില്ല് വരെ ചോദിക്കും. അപ്പം അത്രയും ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുമ്പം ചിലപ്പോൾ ആൾക്കാർ ഇൻസെക്യൂർ ആവും. പക്ഷേ അത് ഓവർകം ചെയ്ത് ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് കൂടുതൽ ഇൻഫർമേഷൻ നിങ്ങളുടെ അഡ്വൈസർക്ക് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും കൂടുതൽ ബെറ്റർ റെക്കമെൻഡേഷൻ അഡ്വൈസർക്ക് തിരിച്ച് നിങ്ങൾക്ക് തരാൻ പറ്റും. പേ ചെക്കുകളിലുള്ള കുറേ ടെർമിനോളജീസ് ഉണ്ട്. അപ്പം എന്തൊക്കെയാണ് ഈ പേ ചെക്കിൽ മെയിനായിട്ടുള്ള ടെർമിനോളജീസ്? പേ ചെക്ക് പലപ്പോഴും ആൾക്കാരെ ഒരുപാട് കൺഫ്യൂസ് ചെയ്യുന്നൊരു സാധനമാണ്. ഇതിനകത്തെല്ലാം ഷോർട്ട് ഫോംസാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് ആൾക്കാർക്ക് എൻ്റെ അടുത്ത് വരും, മെൽവിൻ ഞാൻ $5000 മാസം ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ വീട്ടിലെത്തുമ്പോൾ അത് 3000 ഒക്കെ ഉള്ളൂ, ബാക്കി എവിടെ പോയി എന്നൊരു ഐഡിയ ഇല്ല. അപ്പം പേ ചെക്കിനകത്ത് മെയിനായിട്ട് നമുക്ക് വരുന്ന കട്ടുകൾ, ഒന്ന് CPP കാനഡ പെൻഷൻ പ്ലാന്, അത് നമ്മളുടെ ഒരു കോൺട്രിബ്യൂഷൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസുകൾ, ബെനിഫിറ്റുകൾ എന്തെങ്കിലും നമുക്ക് ഹെൽത്ത് ആൻഡ് ഡെൻ്റൽ ബെനിഫിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ ഒരു കോൺട്രിബ്യൂഷനും ചിലപ്പോൾ ഉണ്ടാവും. പിന്നെ നമ്മളുടെ പെൻഷനിലേക്ക് പൈസ പോകുന്നുണ്ടാവും. അങ്ങനെയുള്ള കുറേ ഡിഡക്ഷൻസ് വരുന്നുണ്ട്. പിന്നെ ഒബ്വിയസ്ലി ഇൻകം ടാക്സും കൂടെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളുടെ നെറ്റ് ഇൻകം നമ്മളുടെ അക്കൗണ്ടിൽ വീഴുന്നത്. സോ എത്ര ഡോളർ നമ്മൾ ഉണ്ടാക്കുന്നു എന്നതിൽ കാര്യമില്ല, എത്ര ഡോളർ നമുക്ക് ടേക്ക് ഹോം ഉണ്ട്, വീട്ടിലോട്ട് എത്ര കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ നിങ്ങളുടെ പേ സ്ലിപ്പിനകത്ത് കൂടുതൽ ഇൻകം ടാക്സ് ഒക്കെ കാണുകയാണ് എന്നുണ്ടെങ്കിൽ ഒബിയസ്ലി ടോക്ക് ടു ആൻ അഡ്വൈസർ. എന്നിട്ട് ആ ഇൻകം ടാക്സ് കുറയ്ക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് അവരോട് ചോദിച്ചു നോക്കുക. നമ്മളുടെ ലാസ്റ്റ് ഇൻ്റർവ്യൂ ഒരു റിയലറ്ററുമായിട്ടായിരുന്നു. സോ ഇപ്പം പുള്ളിയോട് സംസാരിച്ചപ്പോൾ നമുക്ക് കിട്ടിയത്, ഒരു വീട് വാങ്ങാനായിട്ടൊരു വ്യക്തിക്ക് റിയലറ്റർ മാത്രം പോരാ. അറ്റ് ദ സെയിം ടൈം അവർക്കൊരു റിയലറ്റർ, ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റ്, ഒരു ടാക്സ് കൺസൾട്ടൻറ്റ്, അങ്ങനെ ഒരു സെറ്റ് ഓഫ് ആളുകൾ വേണമെന്ന് പറഞ്ഞു. സോ വാട്ട് ഈസ് യുവർ റോൾ ഇൻ ബൈയിങ് എ ഹോം? നിങ്ങളൊരു വീട് മേടിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴും ആൾക്കാർ ചെയ്യുന്നത് ആദ്യം പോയിട്ട് റിയൽറ്ററെ കാണുകയാണ്. റിയൽറ്ററെ അല്ല നിങ്ങൾ ആദ്യം കാണേണ്ടത് ഒരു ഫൈനാൻഷ്യൽ കൺസൾട്ടൻറ്റിനെയാണ്. നിങ്ങളുടെ എത്ര ഡോളർ നമുക്കൊരു വീടിന് വേണ്ടി മാറ്റി വെക്കാൻ പറ്റും, അത് ഐഡൻറ്റിഫൈ ചെയ്യണം. അതുപോലെ തന്നെ നമ്മളൊരു വീട് മേടിക്കുമ്പോൾ നമ്മൾ അതിന് അസോസിയേറ്റ് ആയിട്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, വീട് മേടിക്കുന്ന സമയത്താണ് ഇൻഷുറൻസ് പ്ലാനിങ് ഒക്കെ ചെയ്യേണ്ടത്. പക്ഷേ മോസ്റ്റ് ആൾക്കാരും വീട് മേടിച്ച് കഴിഞ്ഞിട്ടാണ് ഇൻഷുറൻസ് പ്ലാനിങ് ചെയ്യുന്നത്. അപ്പം ഇൻഷുറൻസ് പോലുള്ള കാര്യങ്ങൾ, പിന്നെ നമ്മൾ ഏത് ഏരിയയിലാണോ വീട് മേടിക്കാൻ നോക്കുന്നത് അവിടുത്തെ യൂട്ടിലിറ്റി എക്സ്പെൻസസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കൺസിഡർ ചെയ്ത് ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കുക. ഓക്കെ, ഇത്ര ഡോളർ ഞാൻ എൻ്റെ മോർഗേജിനും എൻ്റെ യൂട്ടിലിറ്റി ബിൽസിനും മെയിൻ്റനൻസിനും വേണ്ടി കൊടുക്കുന്നു, ഇത്ര ഡോളർ എനിക്ക് മറ്റ് റെഗുലർ എക്സ്പെൻസസ്, ഇത്ര ഡോളർ എൻ്റെ സേവിങ്സ്.
അത് ഐഡന്റിഫൈ ചെയ്തിട്ട് ആ ബജറ്റിനുള്ളിൽ നിൽക്കുന്ന ഒരു വീട് വേണം നമ്മൾ റിയൽറ്ററോട് ചോദിക്കാൻ. ആ റിയൽറ്ററെ കാണാൻ പോകുന്നതിന് മുന്നേ മോർഗേജ് ഏജന്റിനോട് പോയി ചോദിച്ചിട്ട്, ഞങ്ങളുടെ ഇൻകം ഇത്രയാണ്, ഞങ്ങളുടെ സേവിങ്സ് ഇത്രയാണ്, ഞങ്ങളുടെ FHSL ഇത്രയുണ്ട്, ഇതെല്ലാം ബേസ് ചെയ്ത് ഞങ്ങൾക്ക് എന്ത് മോർഗേജ് കിട്ടും. സോ മോർഗേജ് ചിലപ്പോൾ നിങ്ങളുടെ ആക്ച്വൽ അഫോർഡബിലിറ്റിയേക്കാൾ കൂടുതൽ നിങ്ങൾ എലിജിബിൾ ആകുമായിരിക്കും. പക്ഷേ എലിജിബിൾ ആകുന്നു എന്നതിൽ കാര്യമില്ല. നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കി ആ നമ്പറിനുള്ളിൽ നിൽക്കുന്ന ഒരു വീട് റിയൽറ്ററുടെ അടുത്ത് പറഞ്ഞ് മേടിക്കുക. നിങ്ങളുടെ ബജറ്റിനുള്ളിൽ വീടില്ല എന്നുണ്ടെങ്കിൽ വീട് മേടിക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ ഇൻകം കൂട്ടാനുള്ള കാര്യങ്ങൾ നോക്കുക. അങ്ങനെ വീട് മേടിക്കുന്ന ഒരു വ്യക്തിക്ക് ആരൊക്കെ ആയിരിക്കണം ശരിക്കും കാണേണ്ടത്? സോ പറഞ്ഞ പോലെ ഏതൊക്കെ ഏജൻസിനെ അല്ലെങ്കിൽ ഏതൊക്കെ കൺസൾട്ടൻസിനെ നമുക്ക് കാണണം? ഒരു ഫൈനാൻഷ്യൽ കൺസൾട്ടന്റിനെ കാണണം. കറക്റ്റായിട്ട് ബജറ്റ് ചെയ്യണം. നിങ്ങളുടെ അഫോർഡബിലിറ്റി ഐഡന്റിഫൈ ചെയ്യണം. നിങ്ങൾക്ക് എത്ര മോർഗേജ് വരെ നിങ്ങൾക്ക് മന്ത്ലി പേ ചെയ്യാൻ പറ്റുമെന്ന് കണ്ടുപിടിക്കണം. അത് ബേസ് ചെയ്തിട്ട് നേരെ ഒരു മോർഗേജ് ഏജന്റിനെ പോയി കാണണം. മോർഗേജ് ബ്രോക്കറാണ് എപ്പോഴും ബെസ്റ്റ് ഓപ്ഷൻ. ബ്രോക്കേഴ്സിന് മൾട്ടിപ്പിൾ ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ആക്സസ് ഉണ്ടാവും. സോ അവരോട് ചോദിക്കുക, ഞങ്ങളുടെ ബജറ്റ് ഇത്രയാണ്, ഞങ്ങളുടെ ഇൻകം ഇത്രയാണ്, ഇത്രയും ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് ഞങ്ങൾക്ക് എന്ത് മോർഗേജ് വരെ കിട്ടും. അങ്ങനെ നമ്മളുടെ ബജറ്റിനുള്ളിൽ നിൽക്കുന്ന നമുക്ക് ആവശ്യമുള്ള ആ ഒരു മോർഗേജ് നമുക്ക് കിട്ടും എന്നുണ്ടെങ്കിൽ അതിനൊരു പ്രീ അപ്രൂവൽ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ട്. ഏറെക്കുറെ ഒരു ഐഡിയ കിട്ടിക്കഴിയുമ്പോൾ റിയൽറ്ററെ പോയി കാണുക, റിയൽറ്ററോട് പറയുക, ഇതാണ് ഞങ്ങളുടെ ബജറ്റ്, ഇന്ന ടൈപ്പ് വീടാണ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്, സോ ഞങ്ങൾക്ക് ഈ റേഞ്ചിലുള്ള ഈ ടൈപ്പ് ഒരു വീട് വരുവാണെന്നുണ്ടെങ്കിൽ പറയുക എന്ന് പറയുക. ഇതാണ് നമ്മളുടെ ഒരു ഫ്ലോ. പക്ഷേ മോസ്റ്റ്ലി ആൾക്കാർ ചെയ്യുന്ന മിസ്റ്റേക്ക്, അവരാദ്യം റിയൽറ്ററെ പോയി കാണും, അവർ വീട് കണ്ട് ഇഷ്ടപ്പെടും. പിന്നെ ആ വീട് ഒരുപക്ഷെ നമ്മുടെ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനുള്ള വീടായിരിക്കും. പക്ഷെ നമുക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി. പിന്നെ ആ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത വീടിനുള്ള മോർഗേജ് ഒപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരാക്രമങ്ങളാണ്. അവിടെ നമ്മളുടെ മറ്റ് സേവിങ്സും ഇൻവെസ്റ്റ്മെന്റ്സും എല്ലാം നമ്മൾ സാക്രിഫൈസ് ചെയ്യുക. അത് സംഭവിക്കരുത്. ഹൗസ് പൂവർ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് പോകരുത്. വീട് വേണം, പക്ഷെ വീട് മാത്രം പോരാ. അപ്പം ഈ ഒരു ഓർഡറിൽ കൺസൾട്ടന്റ്, മോർഗേജ് അഡ്വൈസർ, റിയൽറ്റർ എന്ന് പറയുന്ന ഓർഡറിൽ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി. ഡു വി നീഡ് എനിവൺ എൽസ്? നോർമലി ഒരു വീട് മേടിക്കുക എന്നുള്ള കാര്യത്തിൽ വേറൊരാളുടെ ആവശ്യം നമുക്കില്ല. ബാക്കി ഇത്രയും കാര്യങ്ങളൊക്കെ മതി. പക്ഷേ നമ്മൾ റിയൽറ്ററിന്റെ കൂടെ വീട് മേടിക്കുമ്പോൾ റിയൽറ്റർ കൊണ്ടുവരുന്ന ലോയർ പോലെയുള്ള ആൾക്കാരുണ്ടാവും. അതുപോലെ ഹോം ഇൻസ്പെക്ഷൻ ഒക്കെ. അതെല്ലാം തന്നെ നോർമലി റിയൽറ്റേഴ്സ് തന്നെ അറേഞ്ച് ചെയ്യും നമുക്ക്. സോ നമ്മളായിട്ട് വേറൊരാളെ കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ആ ഒരു ടീമായിട്ട് വരും. അത് നോർമലി അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന റിയൽറ്റേഴ്സിനെല്ലാം തന്നെ അങ്ങനെ ഒരു ടീം ആക്സസ്ഫുൾ ആയിട്ട് ഉണ്ടാവും അവർക്ക്. അങ്ങനെ വീട് മേടിക്കണം എന്ന സ്വപ്നമുള്ളൊരു വ്യക്തി എവിടെ ആയിരിക്കണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ, വീട് മോസ്റ്റ് ആൾക്കാർക്കും ഒരു ഷോർട്ട് ടേം ഫൈനാൻഷ്യൽ ഗോളാണ്. നമ്മളെല്ലാവരും 20 വർഷം കഴിഞ്ഞിട്ട് വീട് മേടിക്കാം എന്ന് പറഞ്ഞ് ആരും പ്ലാൻ ചെയ്യാറില്ല. ജോലിയൊക്കെ കിട്ടി അടുത്ത വർഷം അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തെ വർഷം ഒരു വീട് മേടിക്കാം എന്നുള്ളതാണല്ലോ ആൾക്കാരുടെ പ്ലാൻ. ഒരു 3 വർഷത്തിനുള്ളൊരു വീട്. വീട് അങ്ങനെയൊക്കെയാണ് നോർമലി ആൾക്കാർ പ്ലാൻ ചെയ്യുന്നത്. നോർമലി അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് വലിയ റിസ്കുകൾ ഇല്ലാത്ത ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ചൂസ് ചെയ്യുന്നതാണ് നല്ലത്. റിസ്ക് കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസോ അല്ലെങ്കിൽ റിസ്ക് ഇല്ലാത്ത ഹൈ ഇൻട്രസ്റ്റ് സേവിങ്സ് അക്കൗണ്ടോ ഒക്കെ നമുക്ക് അതിനുവേണ്ടി യൂസ് ചെയ്യാം. എവിടെ സേവ് ചെയ്യണം അല്ലെങ്കിൽ ഏത് രജിസ്റ്റേർഡ് മീഡിയം യൂസ് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ഹോം സേവിങ്സ് അക്കൗണ്ട് ആണ് എപ്പോഴും ഒരു പ്രയോറിറ്റി ആയിട്ട് നിൽക്കുക. പക്ഷേ നമ്മൾ ഇമ്മീഡിയറ്റ്ലി ഫസ്റ്റ് ഹോം സേവിങ്സ് അക്കൗണ്ടിലേക്ക് പോകാനുള്ള സാഹചര്യം ഇല്ലാത്തവരാണ്, കുറച്ചും കൂടെ ഫ്ലെക്സിബിലിറ്റി വേണമെന്നുണ്ടെങ്കിൽ TFSAയിൽ നമുക്ക് ഫണ്ട് സേവ് ചെയ്ത് നമ്മൾ വീട് മേടിക്കുന്ന സമയം ആകുമ്പോഴേക്കും TFSAയിൽ നിന്നും വിത്ഡ്രോ ചെയ്ത് FHSAയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാം നമുക്ക്. അങ്ങനെ വിഡ്രോ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ ഫണ്ടിനെ? TFSAയിൽ നിന്നും FHSAയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. ഡയറക്റ്റ് ട്രാൻസ്ഫർ നടക്കത്തില്ല. വിഡ്രോ ചെയ്ത് തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യണം. പക്ഷേ TFSAയിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. TFSAയിൽ എനി ടൈം നമുക്ക് വിഡ്രോ ചെയ്യാം. പക്ഷേ ഫോർ എക്സാമ്പിൾ നമ്മൾ RRSPയിലൊക്കെ സേവ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ RRSPയിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നത് ഒരു നല്ല ഓപ്ഷനല്ല. നമുക്ക് RRSPയിൽ നിന്നും ഡയറക്റ്റ് FHSAയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് FHSAയിൽ നിന്ന് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പം TFSA ആണെന്നുണ്ടെങ്കിൽ വിഡ്രോ ചെയ്ത് FHSAയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാം. എന്തുകൊണ്ട് അതിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്? ഈ രജിസ്റ്റേർഡ് മീഡിയംസ് എന്ന് പറയുന്നത് ഒന്നും ഒരു അക്കൗണ്ട് അല്ല, അതൊരു CRAയിലുള്ള ഒരു രജിസ്ട്രേഷനാണ്. അപ്പം ഓരോ രജിസ്റ്റേർഡ് മീഡിയവും ഓപ്പറേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ള ഒരു ഗൈഡ് ലൈൻ CRA പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം TFSAയിൽ നിന്നും FHSAയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഓപ്ഷൻ ഇല്ല. അങ്ങനത്തെ ഒരു ഡയറക്റ്റ് ട്രാൻസ്ഫർ ഓപ്ഷൻ CRA പ്രൊവൈഡ് ചെയ്തിട്ടില്ല. പക്ഷേ RRSP ടു FHSAയും ഉണ്ട്, FHSA ടു RRSPയും ഉണ്ട്. അത് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ സെയിം തരത്തിലുള്ള ഫോർ എക്സാമ്പിൾ ഒരു TFSAയിൽ നിന്നും മറ്റൊരു TFSAയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. പക്ഷേ TFSAയിൽ നിന്ന് FHSAയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് CRA അലോ ചെയ്യത്തില്ല. What is the one thing that you didn't allow people to do? One thing that I didn't allow people to do. ഷോർട്ട് ടേം സേവിങ്സിന് വേണ്ടിയിട്ട് ഹൈ റിസ്ക് ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ കൊണ്ടുപോയി ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഞാൻ നോർമലി
ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കാത്തൊരു കാര്യമാണ്. പക്ഷേ ഞാൻ ഒരുപാട് ആൾക്കാർ ആ മിസ്റ്റേക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അടുത്ത വർഷമൊക്കെ വീട് മേടിക്കാൻ നിൽക്കുന്ന ആൾക്കാര് ചിലപ്പോൾ ഇൻഫ്ലുവൻസേഴ്സും സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസും ഒക്കെ S&P 500-ന് 20% ഗ്രോത്ത് ഉണ്ട്, അല്ലെങ്കിൽ നാസ്ഡാക്കിന് 30% ഗ്രോത്ത് കിട്ടി എന്നൊക്കെ പറയുമ്പം നമ്മൾ അവരോട് പറയും നിങ്ങളൊരു ഹൈ ഇൻട്രസ്റ്റ് സേവിങ്സ് അക്കൗണ്ട് ഇട്ടാൽ മതി, അതിന് 2% ഗ്രോത്ത് ഉള്ളത്. അപ്പം ഈ റിട്ടേൺസ് പലപ്പോഴും ആൾക്കാർ ഭയങ്കര ഒബ്സസ്ഡ് ആണ്. ദേ ആർ ഒബ്സസ്ഡ് അബൌട്ട് റിട്ടേൺസ്. അപ്പോൾ റിട്ടേൺസ് കൂടുതൽ കിട്ടാൻ വേണ്ടി നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഹൊറൈസൺ നോക്കാതെ തന്നെ അവർ ഹൈ റിസ്ക് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിൽ കൊണ്ടുപോയി ഫണ്ട് ഇടുന്നു. അതിന്റെ പ്രശ്നം നമുക്ക് ചിലപ്പോൾ ഒരു ആവശ്യം വരുമ്പം പൈസ എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇട്ടത് അതിനകത്ത് ഉണ്ടാവത്തില്ല, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ടതിനേക്കാളും കുറവേ കിട്ടത്തുള്ളൂ എന്നുള്ളത്. സോ ആ ഒരു കാര്യം ഞാൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാറില്ല, ആരെക്കൊണ്ട് ഞാനത് ചെയ്യിപ്പിക്കാറുമില്ല. Another thing is like, what is the one thing that you oppose? വൺ തിങ് ദാറ്റ് ഐ ഒപ്പോസ്, പ്രൊഡക്റ്റ് പുഷിങ്. അതായത് ആസ് ആൻ അഡ്വൈസർ, ആസ് എ കൺസൾട്ടൻറ്റ്, നമ്മൾ അഡ്വൈസ് മാത്രമല്ല കൊടുക്കുന്നത്. നമ്മളുടെ ഈ അഡ്വൈസിൻ്റെ ഒപ്പം പോകുന്ന കുറേ പ്രൊഡക്ട്സ് ഉണ്ട്. ഈ പ്രൊഡക്റ്റുകൾ ആൾക്കാർ എടുക്കുകയും അവർ ആ പ്രൊഡക്ട്സ് യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ആസ് ആൻ അഡ്വൈസർ എനിക്ക് ഇൻകം വരുന്നത്. ഞാൻ ക്ലയൻസിൻ്റെ അടുത്ത് ഡയറക്റ്റ് ഇൻകം മേടിക്കുന്നില്ല. അപ്പോൾ ഒബ്വിയസ്ലി എല്ലാ പ്രൊഡക്റ്റിനും ഒരേ കമ്മീഷനല്ല ഞങ്ങൾക്ക് കിട്ടുന്നത്. ചില പ്രൊഡക്റ്റിന് ഇനീഷ്യലി കൂടുതൽ കമ്മീഷൻ കിട്ടും, ചിലതിന് കുറവായിരിക്കും കിട്ടുക. ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒപ്പോസ് ചെയ്യുന്ന ഒരു ഐഡിയ ആണ്, എനിക്ക് കൂടുതൽ കമ്മീഷൻ കിട്ടും എന്നുള്ള ഒരൊറ്റ റീസണിൻ്റെ പുറത്ത് ക്ലയൻസിന് പ്രൊഡക്റ്റുകൾ പുഷ് ചെയ്യുന്നത്. അത് കൂടുതലും ഇൻഷുറൻസുകളിലാണ് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് പോർഷനിലും സെയിം തിങ് ക്യാൻ ഹാപ്പൻ. അത് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യമല്ല. പല ക്ലയൻസിൻ്റെ കയ്യിലും അങ്ങനെ പ്രൊഡക്റ്റുകൾ പുഷ് ചെയ്യപ്പെട്ട പ്രൊഡക്റ്റുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനത് ഒഴിവാക്കി കൊടുക്കാറുമുണ്ട്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാൻ പറ്റുമോ? കൂടുതലായിട്ട് പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളൊരു ഇൻഷുറൻസിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ചില ഇൻഷുറൻസുകൾക്ക് കൂടുതൽ കമ്മീഷൻ കിട്ടും. സോ ഒബ്വിയസ്ലി കൂടുതൽ പ്രീമിയം ഉള്ളതിന് കൂടുതൽ. ഇൻഷുറൻസ് ഇൻ ദ സെൻസ് ഹെൽത്ത് ഇൻഷുറൻസ്. ഇറ്റ് കുഡ് ബി ഹെൽത്ത് ഇൻഷുറൻസസ്, കുഡ് ബി ലൈഫ് ഇൻഷുറൻസസ്, ക്രിട്ടിക്കൽ ഇൽനസ് കവറേജസ്, ഡിസബിലിറ്റി ഇൻഷുറൻസസ്. ഓരോ ഇൻഷുറൻസിലും പല ടൈപ്പ് ഉണ്ട്. ചില ടൈപ്പുകൾ കൂടുതൽ കമ്മീഷൻ തരും, ചിലത് ചെറിയ കമ്മീഷൻ തരും. ചിലത് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കില്ല, ചിലത് യൂസ്ഫുൾ ആയിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഒരാൾക്ക് യൂസ്ഫുൾ അല്ലാത്തൊരു പ്രൊഡക്റ്റ് ഞാൻ പുഷ് ചെയ്യുന്നു, പക്ഷേ അതെനിക്ക് ഹയർ കമ്മീഷൻ തരും എന്ന സാഹചര്യം വരുമ്പോൾ അവിടെ ഒരു എത്തിക്കലായിട്ടൊരു ക്വസ്റ്റ്യൻ വരും, ഷുഡ് ഐ മേക്ക് മോർ മണി? കാരണം എനിക്കത് ലീഗലി സെല്ല് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല, ഐ ആം ലീഗലി അലൗഡ് ടു സെൽ ഇറ്റ്. പക്ഷേ അവിടെ എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി മാത്രമേ ഉള്ളൂ. ഈവൻ ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും സെയിം എത്തിക്കൽ ഇഷ്യൂസ് വരും. ചില ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നമ്മൾ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കമ്മീഷൻ വരും, ചിലത് പുഷ് ചെയ്താൽ നമുക്ക് ചെറിയ കമ്മീഷനേ വരത്തുള്ളൂ. സോ അവിടെയും അത് വരും. പക്ഷേ ഈ ഒരു സംഭവം കൂടുതൽ കാണപ്പെടുന്നത് ഇൻഷുറൻസ് മേഖലയിലാണെന്ന് മാത്രമേ ഉള്ളൂ. ഈസ് ഇൻഷുറൻസ് റിയലി ഇമ്പോർട്ടൻറ്റ് ഫോർ എവരിവൺ ഇൻ കാനഡ? ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഒരു സേഫ്റ്റി നെറ്റ്. ഓക്കെ, അപ്പം ഫോർ എക്സാമ്പിൾ കാർ ഇൻഷുറൻസ് ഒരു മാൻഡേറ്ററി റിക്വയർമെൻ്റ് ആണ്. അത് ഇല്ലാതെ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല, ലീഗൽ ഇഷ്യൂസ് ഉണ്ടാവും. പക്ഷേ മറ്റ് ഇൻഷുറൻസ്, ഫോർ എക്സാമ്പിൾ ലൈഫ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഇൽനസ്, ഡിസബിലിറ്റി കവറേജസ്, ഇതൊന്നും മാൻഡേറ്ററി അല്ല, ഇതൊക്കെ ഓപ്ഷണലാണ്. പക്ഷേ അത് ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. നമുക്കൊരു വിഷയം ലൈഫിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കൊരു ഫോൾ ബാക്ക് പ്ലാൻ എന്ന് പറയുന്ന രീതിയിലാണ് ഇൻഷുറൻസ് വർക്ക് ചെയ്യുന്നത്. എടുക്കണമെന്ന് മാൻഡേറ്ററി അല്ല, പക്ഷേ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ഹെൽപ്പ് യു. ആർ ഇൻഷുറൻസ് റിയലി എക്സ്പെൻസീവ്? ഇറ്റ് ഡിപ്പെൻസ് എന്നുള്ളതാണ് ആൻസർ. ചില ഇൻഷുറൻസുകൾ എക്സ്പെൻസീവ് ആണ്. ഓക്കെ, ചില പർട്ടിക്കുലർ പ്രൊഡക്റ്റുകൾ നല്ല എക്സ്പെൻസീവ് ആണ്, ചിലത് വളരെ ചീപ്പാണ്. ചീപ്പാണ് എന്നുള്ളത് കൊണ്ട് അത് നല്ലതാവണമെന്നില്ല, എക്സ്പെൻസീവ് ആണ് എന്നുള്ളത് കൊണ്ട് അത് മോശമാവണമെന്നുമില്ല. ഇറ്റ് ഓൾ ഡിപ്പെൻസ് ഓൺ യുവർ സർക്കംസ്റ്റാൻസസ്. പക്ഷേ ജനറലി സ്പീക്കിംഗ് ഒരാളുടെ പ്രായം കൂടുന്നതനുസരിച്ച് അയാളുടെ ഇൻഷുറൻസിൻ്റെ കോസ്റ്റും കൂടും. സോ ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ ആൻ ഇൻഷുറൻസ്, ബെസ്റ്റ് ടൈം എപ്പോഴും നമ്മൾ യങ് ആൻഡ് ഹെൽത്തി ആയിരിക്കുമ്പോൾ ചെയ്യുന്നതാണ്. കറണ്ട് സിനാരിയോയിൽ ഈ ഗോഫണ്ട്മി എന്ന് പറയുന്നൊരു സുപരിചിതമായ പേരാണ്, പലയിടത്തും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സോ വാട്ട് ഈസ് ദാറ്റ്? ഗോഫണ്ട്മി ഒരു ക്രൗഡ് ക്യാമ്പയിൻ ആണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു അത്യാവശ്യം ഒരു ലൈഫിലൊരു എമർജൻസി ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ക്രൗഡ് സോഴ്സ് ചെയ്യുന്നത് പോലെ നമുക്ക് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും. നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ മെയിനായിട്ട് കണ്ടുവരുന്നൊരു കാര്യം, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത അൺഎക്സ്പെക്റ്റഡ് ഡെത്ത് ഉണ്ടാവുകയോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സിവിയർ ഇൽനെസ്സുകൾ വരികയോ ചെയ്യുമ്പം അത് ഫാമിലിക്ക് ഉണ്ടാക്കുന്ന ഫൈനാൻഷ്യൽ ബേർഡൻ. കാരണം പല ആൾക്കാർക്കും സംസാരിക്കാൻ താല്പര്യമില്ലാത്തൊരു ടോപ്പിക്കാണ്. പക്ഷേ ഒരു ഡെത്ത് ഉണ്ടായി കാനഡയിൽ നിന്ന് നമുക്ക് ബോഡി നാട്ടിലെത്തിക്കണം എന്നുണ്ടെങ്കിൽ $25,000 to $30,000 എക്സ്പെൻസ് വരും. അത് എത്ര പേരുടെ കയ്യിലുണ്ടാവും? അത്രയും സേവിങ്സ് ഉള്ള എത്ര പേര് നമ്മളുടെ ഒരു ന്യൂ കമ്മർ കമ്മ്യൂണിറ്റിയിലുണ്ടാവും? ഇനി അതില്ലെങ്കിൽ തന്നെ അങ്ങനെ ഒരു സംഭവം നമ്മളുടെ ഫ്രണ്ട് സർക്കിളിലോ മറ്റോ സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഫ്രണ്ട് സർക്കിളിൽ എത്ര പേർക്ക് അത്രയും വലിയൊരു ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും?
$30,000 ഞാൻ ഇവിടെ മരണപ്പെട്ടാൽ എൻ്റെ ബോഡി നാട്ടിൽ എത്തണമെങ്കിൽ $30,000 കൊടുക്കണമെന്നാണ് പറഞ്ഞത്. $25,000 to $30,000 ഫ്ലൈറ്റ് എക്സ്പെൻസസും ഫ്യൂണറൽ എക്സ്പെൻസസും എല്ലാം കൂടെ ആവും. ഹോസ്പിറ്റൽ എക്സ്പെൻസസ്, മോർജറി എക്സ്പെൻസസ് എല്ലാം കൂടെ ആവും. So what happens if the person is not able to pay that much amount? കാനഡയിൽ തന്നെ ക്രിമേഷൻ ചെയ്യാൻ പറ്റും. അതിന് $2,000-3,000 ക്രിമേഷൻ നടക്കും. അങ്ങനെ ചെയ്ത ആൾക്കാരെ എനിക്കറിയാം. നാട്ടിൽ എത്തണമെങ്കിൽ $30,000 കൊടുക്കണം. നമ്മൾ ഒരാൾക്ക് 30,000 കൊടുക്കുകയല്ല ചെയ്യുന്നത്. ടോട്ടൽ എക്സ്പെൻസസ് അല്ല. കാരണം ഫ്ലൈറ്റ് എക്സ്പെൻസസ് വരും, പിന്നെ യൂഷ്വലി ഫാമിലിക്ക് കൂടെ പോകേണ്ടി വരില്ലേ. ഓക്കെ, ഇതെല്ലാം സംഭവിക്കുന്ന സമയത്തും ആ ഫാമിലിയുടെ കാർ ലോണ്, മോർഗേജ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ പേ ആവണം. ഓക്കെ, സോ ഇറ്റ്സ് നോട്ട് ലൈക്ക് ഓക്കെ യു പാസ്ഡ് അവേ യു ആർ പേയിങ് 30,000, നോട്ട് ലൈക്ക് ദാറ്റ്. എല്ലാ എക്സ്പെൻസും കൂടെ നമുക്കൊന്ന് റിക്കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 30,000 to 50,000 ഒക്കെ വേണ്ടി വരും ചിലപ്പോൾ. കാനഡയിൽ ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ ബോഡി നാട്ടിലെത്തിക്കണം. നമുക്കിവിടെ ഫാമിലി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഫാമിലിക്ക് അക്കമ്പനി ചെയ്യാൻ പറ്റണം. അതിനൊക്കെ എക്സ്പെൻസസ് ഉണ്ട്. പക്ഷെ ഇതൊന്നും അല്ലാതെ തന്നെ മോസ്റ്റ് ആൾക്കാർക്ക് നാട്ടിൽ ഡെപ്റ്റ് ഉണ്ട്. നാട്ടിൽ നിന്ന് ലോണൊക്കെ എടുത്തിട്ടാണ് വന്നേക്കുന്നത്. ഇവിടെയും ഡെപ്റ്റ് ഉണ്ടാവും, മോർഗേജ് ഉണ്ടാവാം, കാർ ലോൺ ഉണ്ടാവാം, മറ്റ് ഡെപ്റ്റ് ഒക്കെ ഉണ്ടാവാം. ഈ ഡെപ്റ്റുകളും പേ ഓഫ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരും. അത് പലപ്പോഴും നമ്മളുടെ സർവൈവിങ് സ്പൗസിൻ്റെയോ അല്ലെന്നുണ്ടെങ്കിൽ പേരൻസിൻ്റെയോ റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ആൾക്കാർക്ക് നേരത്തെ അഭി ചോദിച്ചതുപോലെ ഇൻഷുറൻസ് മാൻഡേറ്ററി ആണോ എന്ന് ചോദിച്ചതുപോലെ ഇങ്ങനെയുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ലൈഫ് ഇൻഷുറൻസ് കൺസിഡർ ചെയ്യണം. അതിന് നമ്മൾ ഈ പറയുന്ന വലിയ എക്സ്പെൻസ് ഒന്നും വരത്തൊന്നുമില്ല. എക്സ്പെൻസീവ് അല്ലാത്ത പോളിസികൾ നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെ നമ്മളൊരു നല്ല പോളിസി സെലക്ട് ചെയ്യും, അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് സെലക്ട് ചെയ്യും? അതിനൊരു അഡ്വൈസറുടെ അടുത്ത് പോകുന്നതാണ് ഏറ്റവും നല്ല കാര്യം. കാരണം നമ്മളെ സംബന്ധിച്ച് ഇൻഷുറൻസ് പോളിസികളുടെ അകത്ത് ഒരുപാട് അതിൻ്റെ എക്സ്ക്ലൂഷൻസും ലിമിറ്റേഷൻസും കണ്ടീഷൻസും ക്രൈറ്റീരിയാസും ഒക്കെ ഉണ്ട്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഈ ക്രൈറ്റീരിയാസും അല്ലെങ്കിൽ കണ്ടീഷനും ഒന്നും വായിച്ച് മനസ്സിലാക്കുക എന്ന് പറയുന്നത് അത്ര പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല. സോ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു അഡ്വൈസർക്ക് പല കമ്പനികളുടെ പ്രൊഡക്റ്റുകൾ കമ്പയർ ചെയ്ത് നിങ്ങളുടെ നീഡിന് ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റ് കാണിച്ചു തരാൻ പറ്റും. എപ്പോഴും ഒരു അഡ്വൈസറെ അപ്രോച്ച് ചെയ്യുന്നതാണ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ. Are being these insurance pushed to newcomers? ന്യൂ കമേഴ്സിനിടയിൽ ഇൻഷുറൻസുകൾ വല്ലാണ്ട് പുഷ് ചെയ്യപ്പെടുന്നുണ്ട്, അത് എനിക്കറിയാം. പക്ഷേ ഇൻഷുറൻസിൻ്റെ നീഡ് ന്യൂ കമേഴ്സിനുണ്ട്. ന്യൂ കമേഴ്സിൻ്റെ ഡെപ്റ്റും കാര്യങ്ങളും നാട്ടിൽ ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉള്ളത് കൊണ്ട് നീഡുണ്ട്. പക്ഷേ അവരുടെ നീഡിനുള്ള ഇൻഷുറൻസുകളല്ല പുഷ് ചെയ്യപ്പെടുന്നത്. അതാണ് പ്രശ്നം. ഒരു വളരെ മിനിമൽ വേജിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് $200-ൻ്റെയും $300-ൻ്റെയും ഒക്കെ മാസം വരുന്ന ഇൻഷുറൻസുകൾ പുഷ് ചെയ്യപ്പെടുന്നു. അങ്ങനെ പുഷ് ചെയ്യുമ്പോൾ അത് സെല്ലായി കഴിയുമ്പോൾ ഇത് സെല്ല് ചെയ്യുന്ന അഡ്വൈസേഴ്സിന് ഹ്യൂജ് കമ്മീഷനാണ് വരുന്നത്. പക്ഷേ ഈ സെയിം ആൾക്കാർക്ക് സെയിം കവറേജ് തന്നെ ടെമ്പററി ആയിട്ട് നമുക്ക് ചെറിയ എമൗണ്ടിൽ $20-നും $30-നും ഒക്കെ ചെയ്യാൻ പറ്റും. അതാണ് അവർക്ക് ആക്ച്വലി വേണ്ടത്. പിന്നീട് നിങ്ങളുടെ ലൈഫിൽ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ഇമ്പ്രൂവ് ആകുമ്പോൾ നിങ്ങളുടെ നീഡ് അനുസരിച്ച് നിങ്ങൾക്ക് വലിയ പ്രൊഡക്റ്റ് മേടിക്കുകയോ മേടിക്കാതിരിക്കുകയോ ചെയ്യാം. അത് ടോട്ടലി അപ് ടു യു ആണ്. നേരത്തെ പറഞ്ഞ പോലെ മാൻഡേറ്ററി ഒന്നുമല്ല, ഇറ്റ്സ് എ ചോയ്സ്. വേണമെങ്കിൽ മേടിക്കാം. പക്ഷേ ഇനീഷ്യൽ സ്റ്റേജസിൽ ഇൻഷുറൻസിൻ്റെ കോസ്റ്റ് വളരെ കുറച്ച് നിർത്തുക. പക്ഷെ കുറഞ്ഞ ഇൻഷുറൻസുകൾ സെല്ല് ചെയ്യുമ്പോൾ അഡ്വൈസേഴ്സിന് അത്രയും കമ്മീഷൻ വരുന്നില്ല. അപ്പോൾ ഒബ്വിയസ്ലി അവർ വലിയ പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യാൻ നോക്കുക. അങ്ങനെ ഏതൊക്കെ പ്രോഡക്ട്സ് ആയിരിക്കും റെലവൻ്റ് അല്ലാത്തുള്ളത്? ഇപ്പോൾ കാനഡയിൽ നമ്മൾ ഇൻഷുറൻസുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ലൈഫ് ഇൻഷുറൻസ് ഇൻഡസ്ട്രി നോക്കിയാൽ യൂഷ്വലി അവിടെയാണ് നമ്മൾ പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനകത്ത് തന്നെ പല ടൈപ്പ് ഉണ്ട്. പെർമനൻ്റ് ആയിട്ടുള്ള പോളിസികളുണ്ട്, ക്യാഷ് വാല്യൂ അല്ലെങ്കിൽ സേവിങ്സ് വരുന്ന പോളിസീസ് ഉണ്ട്, ഇൻഷുറൻസിനൊപ്പം ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള പോളിസീസ് ഉണ്ട്, ഇനി അതൊന്നുമില്ലാത്ത പ്ലെയിൻ ലൈഫ് ഇൻഷുറൻസ് മാത്രമുള്ള പോളിസീസ് ഉണ്ട്. ഇതിനെല്ലാം പല രീതിയിലാണ് കമ്മീഷൻ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. പല പേഴ്സൻറ്റേജ് ആണ് അഡ്വൈസേഴ്സിന് വരുന്ന കമ്മീഷന്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. അപ്പം ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ പ്രൊഡക്റ്റ്, ഇറ്റ്സ് അബൌട്ട് ദ പേഴ്സൺ ഹു ഇസ് സെല്ലിങ് ഇറ്റ്. നിങ്ങൾ വർക്ക് ചെയ്യുന്ന അഡ്വൈസർ നിങ്ങളുടെ നീഡും ഫൈനാൻഷ്യൽ കേപ്പബിലിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് ആണോ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തു തരുന്നത്, അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് തരുന്നതെന്നുണ്ടെങ്കിൽ യു ഹാവ് ദ റൈറ്റ് ടു വാക്ക് അവേ. വേറെ അഡ്വൈസേഴ്സിൻ്റെ അടുത്ത് പോയി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും, നിങ്ങൾക്ക് എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റുകൾ ഉണ്ട്, അത് നിങ്ങൾക്ക് വർക്കൗട്ട് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്യാനുള്ള റൈറ്റ് നിങ്ങൾക്കുണ്ട്. ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റിനോടുള്ള ഇൻ്റർവ്യൂ ചെയ്യുന്നതിന് മുന്നേ ഞാൻ കുറച്ച് വീഡിയോസ് കണ്ടിട്ടുണ്ട്. സോ അതിൽ കുറേ കൺസൾട്ടൻസ് പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് റൂൾ പറയും. സോ ഹൗ യു ഷുഡ് സ്പെൻഡ് ദ മണി. അങ്ങനെ ഒരു പർട്ടിക്കുലർ റൂൾ ഉണ്ടോ മണി സ്പെൻഡ് ചെയ്യാനായിട്ട്? അതെല്ലാം ഓരോ പേഴ്സണൽ ചോയ്സസാണ്. പക്ഷേ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പെൻഡിങ് റൂള് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുകയും മോസ്റ്റ് ആൾക്കാർക്കും പ്രാക്ടിക്കലാക്കാൻ പറ്റുകയും ചെയ്യുന്ന ഒരു റൂളാണ് 50-30-20 റൂള്. അതിൻ്റെ ഐഡിയ വളരെ സിമ്പിളാണ്. നമ്മളുടെ ടോട്ടൽ ആഫ്റ്റർ ടാക്സ് ഇൻകത്തിൻ്റെ 50% താഴെയേ നമ്മൾ നീഡുകൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാവുള്ളൂ.
അപ്പം നീഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ റെന്റ് അല്ലെങ്കിൽ മോർഗേജ്, ബേസിക് ഫുഡ് എക്സ്പെൻസസ്, ക്ലോത്തിങ് ആൻഡ് ലിവിങ് എക്സ്പെൻസസ്, ഇതൊക്കെയാണ് നീഡ്സ്. അതായത് അതില്ലാതെ നമുക്ക് പറ്റത്തില്ല. പിന്നെ ഒരു 30% നമുക്ക് വാണ്ടുകൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാം. വാണ്ട്സ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാറൊക്കെ. കാർ ഒരു കൺവീനിയൻസ് അല്ലേ. അതുപോലെ ട്രിപ്പ് പോകുക, വെക്കേഷൻസ്, ഷോപ്പിംഗ്, ഇതെല്ലാം വാണ്ട്സാ. അതില്ലാതെയും നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പം 50% നീഡും 30%നുള്ളിൽ വാണ്ട്സും നിന്ന് കഴിഞ്ഞാൽ വി സ്റ്റിൽ ഹാവ് അബൌട്ട് 20% ലെഫ്റ്റ്. ആ 20% നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണം. അതൊരു നല്ല റിട്ടേൺസ് കിട്ടുന്ന, നല്ല ടാക്സ് അഡ്വാൻറ്റേജ് പ്രൊവൈഡ് ചെയ്യുന്ന മീഡിയംസിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ റിട്ടയർമെന്റ് അത്രയും കൂടെ കംഫർട്ടബിൾ ആയിരിക്കും. നമുക്ക് അത്രയും നേരത്തെ റിട്ടയർ ചെയ്യാൻ പറ്റും. കാനഡയിൽ ഉള്ളൊരു സിറ്റിസണ് അല്ലെങ്കിൽ കാനഡയിലൊരു വ്യക്തിക്ക് ഗവൺമെൻറ് റിട്ടയർമെൻറ്റ് പേയ്മെൻറ്റ്സ് കൊടുക്കുന്നുണ്ടോ? അതൊരു വളരെ മിസ്അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ളൊരു ടേമാണ്. ഞാൻ ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. ഗവൺമെന്റിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങളൊക്കെ വരും. അതിനെക്കുറിച്ച് ഞാൻ പറയാം. പക്ഷേ ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യം, കാനഡയിൽ റിട്ടയർ ആയി കഴിഞ്ഞാൽ കാനഡ ഗവൺമെന്റ് നിങ്ങളുടെ റിട്ടയർമെന്റ് എക്സ്പെൻസസ് എടുത്തോളും എന്നൊക്കെ ഈവൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നാട്ടിൽ നിന്നുള്ള ഈ ഇമിഗ്രേഷൻ ഏജൻസീസ് വരെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് ശരിക്കും അങ്ങനെയൊന്നും അല്ല. നമുക്ക് ഗവൺമെന്റിൽ നിന്ന് പെൻഷൻ വരും. അതിനെ CPP എന്ന് പറയുന്നത്, കാനഡ പെൻഷൻ പ്ലാൻ. പക്ഷേ ആ പെൻഷനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ എത്ര കാലം വർക്ക് ചെയ്തു, നമ്മൾ വർക്ക് ചെയ്യുന്ന കാലഘട്ടത്തിൽ നമ്മുടെ സാലറി എന്തായിരുന്നു, ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് പെൻഷൻ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരേ എമൗണ്ട് പെൻഷൻ ഗവൺമെന്റ് അങ്ങ് തരുമൊന്നുമല്ല. ഓക്കെ, നിങ്ങൾ വർക്ക് ചെയ്യുന്ന കാലഘട്ടത്തിൽ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്തതനുസരിച്ച്. അതുപോലെ തന്നെ ഓൾഡ് ഏജ് സെക്യൂരിറ്റിയും ഗ്യാരണ്ടീഡ് ഇൻകം സപ്ലിമെന്റ് എന്നൊക്കെ പറയുന്ന കുറച്ച് അഡീഷണൽ ബെനിഫിറ്റ്സും കൂടെ നമുക്ക് വരും. പക്ഷെ നമ്മൾ 100% ഗവൺമെന്റ് ബെനിഫിറ്റ്സിനെയാണ് എന്താ പറയുക പ്രതീക്ഷിച്ചിരിക്കുന്നതെങ്കിൽ യുവർ റിട്ടയർമെന്റ് ഈസ് നോട്ട് ഗോയിങ് ടു ബി ദാറ്റ് കംഫർട്ടബിൾ. നമ്മളുടെ സെൽഫ് ആയിട്ടുള്ള സേവിങ്സിൽ നിന്ന് വേണം നമ്മളുടെ റിട്ടയർമെന്റ് ഇൻകത്തിന്റെ മേജർ ഷെയർ വരാൻ വേണ്ടിയിട്ട്. വാട്ട് ഈസ് ദ കറന്റ് ഫിനാൻഷ്യൽ സ്റ്റേജ് ഓഫ് കാനഡ? കാനഡയുടെ ഇക്കണോമിക് സ്റ്റേജ് ആണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ കാനഡ ഈസ് നോട്ട് ഇൻ എ ഗ്രേറ്റ് പൊസിഷൻ റൈറ്റ് നൗ. ഓക്കെ, നമ്മൾ ഇതിന് കഴിഞ്ഞ ഒരു ഫ്യൂ ഇയേഴ്സിൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായ ചില പോളിസി വീഴ്ചകളൊക്കെ നമ്മളുടെ ഇൻഫ്ലേഷൻ പോലെയുള്ള കാര്യങ്ങളെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് കാനഡ ഗവൺമെന്റിന്റെ മാത്രം വീഴ്ചകൾ കൊണ്ടൊന്നും അല്ല, എൻ്റയർ ഗ്ലോബലി ഇൻഫ്ലേഷൻ ഉണ്ടായിരുന്നു. കാരണം കോവിഡിന് ശേഷമുള്ള കാലഘട്ടത്തിലൊക്കെ പല കാര്യങ്ങളും അത്ര സ്മൂത്ത് അല്ലായിരുന്നല്ലോ. കനേഡിയൻ ഇക്കണോമിക് സിസ്റ്റം ഇപ്പോഴും അതിനകത്ത് നിന്ന് റിക്കവർ ആയി വരുന്നതേ ഉള്ളൂ. ഗവൺമെന്റ് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇൻഫ്ലേഷൻ കുറയ്ക്കാനൊക്കെ. പക്ഷേ അതൊന്നും ഒരു സാധാരണക്കാരൻ്റെ അടുക്കലേക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് എത്തി തുടങ്ങിയിട്ടില്ല. സോ നമ്മുടെ ലിവിങ് എക്സ്പെൻസസ് ഭയങ്കര ഹൈ ആണ് ഇപ്പോഴും. നമ്മളുടെ വേജ് ഗ്രോത്ത് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മുടെ വീടുകളുടെ പോലെയുള്ള ഇൻഫ്ലേഷനും വീടിൻ്റെ പ്രൈസും എല്ലാം സിഗ്നിഫിക്കൻ്റ്ലി എന്താ പറയുക കൂടി. ആ കൂടിയതിനൊപ്പത്തിന് നമ്മുടെ വേജ് കൂടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഓൺ ആൻ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ഫാമിലി ബേസിസിൽ പല ആൾക്കാരും ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഒരു 3 വർഷം 4 വർഷം മുന്നെയൊക്കെ അവരുടെ അന്നേരത്തെ ഫൈനാൻഷ്യൽ സിറ്റുവേഷനും വേജസും ലിവിങ് എക്സ്പെൻസസും ബേസ് ചെയ്തിട്ട് വീട് മേടിക്കുകയും അതുപോലുള്ള മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകളിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്ത ആൾക്കാർക്ക് ഇപ്പോൾ അത് ആക്ച്വലി അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. സോ ഇനി അപ്കമിങ് ആയിട്ട് വരുന്ന ഗവൺമെൻറ്റുകളോ അല്ലെന്നുണ്ടെങ്കിൽ പുതിയ പോളിസീസോ ഇതിനെന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരും എന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ അതിനൊപ്പം തന്നെ US-ഉമായിട്ടുള്ള പ്രശ്നങ്ങളും താരിഫ് വാറും ഒക്കെ നടക്കുന്നത് കൊണ്ട് വളരെ അൺപ്രഡിക്റ്റബിളും വളരെ അൺസ്റ്റേബിളും ആയിട്ടുള്ള ഒരു എക്കണോമിയാണ് കറന്റ്ലി കാനഡയിലുള്ളത്. ഡു യു തിങ്ക് വി വിൽ സർപ്പാസ് ദ സിറ്റുവേഷൻ? നമുക്കൊരിക്കലും ഒരു എന്താ പറയുക സാധാരണക്കാരൻ എന്ന നിലയിൽ ഒരു മാക്രോ എക്കണോമിക് ആയിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരാനോ അതിനകത്ത് നമുക്ക് അഭിപ്രായം പറയാം. റൈറ്റ്, നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങളാവാം, പൊളിറ്റിക്സ് ആവാം. പക്ഷെ നമുക്ക് അതിനകത്ത് ചേഞ്ചസ് ഒന്നും കൊണ്ടുവരാനില്ല. നമുക്ക് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുന്നത് നമ്മളുടെ പേഴ്സണൽ ഫൈനാൻഷ്യൽ സിറ്റുവേഷനിലാണ്. കാനഡ സർപ്ലസ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ജീവിക്കണ്ടേ? അപ്പം നമ്മളുടെ ഇൻകം കൂട്ടാനുള്ള കാര്യങ്ങൾ നോക്കുക. നമ്മളുടെ കറണ്ട് സ്കിൽസിലും അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ കറണ്ട് സ്കിൽസിലും നമ്മളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനിലും നമുക്ക് ഇൻകം കൂട്ടാൻ പറ്റുന്നില്ലാത്ത സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇൻകം കൂട്ടാൻ മറ്റെന്തെങ്കിലും മാർഗ്ഗങ്ങൾ നോക്കുക. പുതിയ കോഴ്സസ് ചെയ്യാൻ നോക്കുക. പുതിയ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ നോക്കുക. അതുപോലെ തന്നെ നമ്മളുടെ സ്പെൻഡിങ് പോലെയുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യുക. എവിടെ നമുക്ക് കട്ട് ഡൗൺ ചെയ്യാൻ പറ്റും. നമ്മൾ കറൻ്റ്ലി പേ ചെയ്യുന്ന വീടും റെൻറ്റും അത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണോ? പറ്റുന്നതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമോ? നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിങ് എന്താണ് ഇപ്പോഴത്തെ? ഈ കറണ്ട് റേറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും റിട്ടയർ ആകുമോ? റിട്ടയർ ആവാൻ നമുക്ക് പറ്റുമോ? പറ്റത്തില്ല എന്നാണെന്നുണ്ടെങ്കിൽ വാട്ട് ക്യാൻ വി ഡു അബൌട്ട് ഇറ്റ് റൈറ്റ് നൗ? നമുക്കൊരിക്കലും കാനഡയുടെ ഇക്കണോമിക് സിസ്റ്റം മാറ്റാൻ പറ്റത്തില്ല. നമ്മുടെ പേഴ്സണൽ ഫൈനാൻഷ്യൽ സർക്കംസ്റ്റാൻസസ് നമുക്ക് മാറ്റാൻ പറ്റും.
ബഡ്ജറ്റ് റൂളിങ്ങിനെ പറ്റി പറഞ്ഞപ്പം 50-30-20 പറഞ്ഞു. ഡു യു ഹാവ് എനി അതർ റൂൾസ് റാദർ ദാൻ ദ ബഡ്ജറ്റ് റൂൾ? റൂൾസ് ആവാം. ഫോർ എക്സാമ്പിൾ വീട് മേടിക്കുമ്പം നമ്മളുടെ ടോട്ടൽ നെറ്റ് ഇൻകത്തിൻ്റെ 35% താഴെ നിങ്ങളുടെ മോർഗേജ് പേയ്മെൻറ്റ് വരാവുള്ളൂ എന്ന് പറയുന്ന റൂളുണ്ട്. ചിലർ പറയുന്നത് 30% താഴെ ആകാവുള്ളൂ. പക്ഷേ കറണ്ട് സിനാരിയോയിൽ വെച്ച് പലപ്പോഴും ഈ റൂൾസ് വർക്കൗട്ട് ആവത്തില്ല. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ്, നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സിനകത്തു നിന്ന് എല്ലാ വർഷവും 4% വെച്ച് വിത്ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റിട്ടയർമെൻറ്റ് ലൈഫ് കംപ്ലീറ്റ് ചെയ്യാം. പക്ഷേ കറണ്ട് സിനാരിയോയിൽ അത് വർക്കൗട്ട് ആവത്തില്ല. പല ആൾക്കാരും ആ റൂളിനെ ഒപ്പോസ് ചെയ്യുന്നുണ്ട്. സോ റൂൾസ് ഉണ്ട്, റൂൾസ് ആർ ദെയർ ആസ് ഗൈഡ് ലൈൻസ്. പക്ഷേ നമ്മളുടെ പേഴ്സണൽ സർക്കംസ്റ്റാൻസസിൽ നോർമലി എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം 50-30-20 റൂളാണ്. മറ്റ് റൂൾസ് അതാത് സർക്കംസ്റ്റാൻസസ് ബേസ് ചെയ്ത് നോക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഒരു വ്യക്തി എങ്ങനെയാണ് ലോങ് ടേം ഡെപ്റ്റിലോട്ട് മാറുന്നത്? പുവർ ഷോർട്ട് ടേം പ്ലാനിങ്. പുവർ ഷോർട്ട് ടേം പ്ലാനിങ് ആണ് ലോങ് ടേം ഡെപ്റ്റിലേക്ക് ആൾക്കാരെ എത്തിക്കുന്നത്. കാരണം നമ്മളെപ്പോഴും ഡെപ്റ്റ് കൊണ്ടിരുന്നത് എങ്ങനെയാണ്? നമ്മൾ ഒരു കറക്റ്റായിട്ട് പ്ലാനിങ് ഒന്നും ഇല്ലാതെ നമ്മൾ ക്രെഡിറ്റ് കാർഡുകൾ യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പുതിയ മോഡൽ കാർ വന്നു, ആ കാറിൻ്റെ പുറകെ പോകുന്നു, അല്ലെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ് എല്ലാം വീടെടുത്തു, അതുകൊണ്ട് ഞാനൊരു വീടെടുക്കുന്നു. അങ്ങനെയുള്ള ആ ഷോർട്ട് ടേം അച്ചീവ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് പ്രോപ്പർ പ്ലാനിങ് ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡ് ഇഫക്റ്റാണ് ലോങ് ടേം ഡെപ്റ്റ്. What is the one thing that you hate the most or the biggest scam in Canada related to the money management or the financial management? ഏറ്റവും വലിയ സ്കാം എന്ന വാക്ക് ഞാൻ അവിടെ യൂസ് ചെയ്യില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ മിസ്അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് യൂസിങ് ഇൻഷുറൻസസ് ആസ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, സ്കാം എന്നുള്ള വാക്ക് ഞാൻ അവിടെ യൂസ് ചെയ്യില്ല. കാരണം ഇൻഷുറൻസ് പ്രൊഡക്റ്റുകളെല്ലാം റെഗുലേറ്റഡ് ആണ്. അതൊരു സ്കാം ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഗവൺമെൻറ് ആ പ്രൊഡക്റ്റ് എക്സിസ്റ്റ് ചെയ്യാൻ സമ്മതിക്കത്തില്ല. പക്ഷേ ആൾക്കാർ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. പലപ്പോഴും ഇൻഷുറൻസസ് യൂസ് ചെയ്തുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങൾ, അല്ലെന്നുണ്ടെങ്കിൽ റിട്ടയർമെൻറ്റിലേക്ക് വേണ്ടിയിട്ട് ഇൻഷുറൻസ് ത്രൂ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള സ്ട്രാറ്റജീസ്, അത് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള കാര്യം ആൾക്കാരുടെ ലാക്ക് ഓഫ് നോളജ് അബൌട്ട് അതർ പ്രോഡക്ട്സ്. നമുക്ക് വേറെ എവിടെയാണ് കാനഡയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, മറ്റ് രജിസ്റ്റേർഡ് മീഡിയംസ് എന്താണ്, എവിടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് കൂടുതൽ ടാക്സ് അഡ്വാൻറ്റേജ് കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ലൈഫ് ഇൻഷുറൻസുകൾ പുഷ് ചെയ്യപ്പെടുന്നത്, ഞാൻ പലപ്പോഴും ആൾക്കാരോട് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തത്? അവരുടെ നീഡിന് ആ പ്രൊഡക്റ്റ് സ്യൂട്ടബിൾ അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ, വൈ ഡിഡ് യു പർച്ചേസ് ദിസ്? എനിക്ക് എപ്പോഴും കിട്ടുന്ന ആൻസർ റിട്ടയർമെൻറ്റിലേക്കുള്ള സേവിങ്സ് എന്ന രീതിയിലാണെന്നാണ്. പക്ഷേ ആ പ്രൊഡക്റ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പം അതൊരു റിട്ടയർമെൻറ്റിലേക്ക് സേവിങ്സ് ബിൽഡ് ചെയ്യാവുന്ന രീതിയിലല്ല ആ പ്രൊഡക്റ്റ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നതും അതിലേക്ക് ഫണ്ടിങ് ചെയ്തിരിക്കുന്നതും. അത് ആ പ്രൊഡക്റ്റുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് റിട്ടയർമെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ അതൊരു ചെറിയ ശതമാനം ആൾക്കാർക്ക് മാത്രമാണ്. സാധാരണക്കാരന് പലപ്പോഴും ഞാൻ ഈ പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്യുമ്പോൾ അവരുടെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്ന പോലെ അല്ല. ഇതാണ് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് കാനഡയിലെ ഏറ്റവും വലിയ ഒരു ഫൈനാൻഷ്യൽ മിസ്റ്റേക്ക് ആൾക്കാർ മേക്ക് ചെയ്യുന്നത്. അഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കാം എന്ന വാക്ക് ഞാൻ യൂസ് ചെയ്യില്ല, ബിക്കോസ് ഇറ്റ്സ് എ റെഗുലേറ്റഡ് പ്രോഡക്റ്റ്. What is the biggest mistake every people make? പ്ലാനിങ് ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യുന്നതാണ് ആൾക്കാരുടെ മേജർ മിസ്റ്റേക്ക്. അതിൽ ഏറ്റവും വലിയ മിസ്റ്റേക്ക് കാണിക്കുന്നത് വീട് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത വീടെടുത്ത് വെക്കുക എന്നുള്ളതാണ്. ഒത്തിരി പേരെ എനിക്ക് പേഴ്സണലി അറിയാം, വീടെടുത്തത് കൊണ്ട് മാത്രം ഹ്യൂജ് ഫൈനാൻഷ്യൽ സ്ട്രഗിളിലേക്ക് പോയ ആൾക്കാർ. അപ്പം പല വീഡിയോസിലും ഞാൻ കണ്ടിട്ടുള്ളത്, വീട് വാങ്ങുന്നതിനെക്കാട്ടി നല്ലത് അല്ലെങ്കിൽ അതിലും ബെറ്റർ ആയിട്ടുള്ളൊരു ചോയ്സ് ഒരു വീട് റെൻറ്റിന് എടുക്കുക എന്നുള്ളതാണെന്നാണ്. അതൊക്കെ ഒരു ബ്ലാങ്കറ്റ് അഡ്വൈസ് എന്ന് പറയാൻ പറ്റും. ആൾക്കാർക്ക് പല അഭിപ്രായങ്ങളും പറയാം. റെൻറ്റിങ് വർക്കൗട്ട് ആവുന്ന കുറേ ആൾക്കാരുണ്ട്, അതിൻ്റെ ബെനിഫിറ്റുകളുണ്ട്. ഇറ്റ് ഗീവ്സ് യു മോർ ഫ്ലെക്സിബിലിറ്റി. ഒരു ദിവസം വേറൊരു സിറ്റിയിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ മൂവ് ചെയ്യാം. ഒബ്വിയസ്ലി റെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റ് മെയിൻ്റനൻസ് പോലുള്ള കാര്യങ്ങളും ഇൻ മോസ്റ്റ് കേസസ് നമ്മൾ അടയ്ക്കേണ്ട. മോർഗേജിനേക്കാളും ഇൻ മോസ്റ്റ് കേസസ് റെൻറ്റ് കുറവുമായിരിക്കും ടു എ കമ്പയറബിൾ എക്സ്റ്റെൻറ്റ്. അതേസമയം നമ്മൾ ഓണിങ്ങിലേക്ക് വരുമ്പം ആ വീട് നമ്മുടെയാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അസറ്റാണ് ആ വീട്. പക്ഷെ നമ്മൾ കാണേണ്ടത് റെൻറ്റിങ് വേഴ്സസ് ഹോം ഓണർഷിപ്പ് എന്നതിന് പകരം ഹോം ഓണർഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ല. അതൊരു വെൽത്ത് ബിൽഡിംഗ് ടൂളായിട്ട് കാണാതിരിക്കുക. വെൽത്ത് ബിൽഡിംഗ് ടൂളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, പക്ഷേ നമ്മളുടെ ഫസ്റ്റ് ഹോം, നമ്മൾ താമസിക്കുന്ന പ്രൈമറി ഹോം ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കാണാതെ അതൊരു എക്സ്പെൻസ് ആയിട്ട് കാണുക. ഓക്കെ, നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ സ്കിൽഫുള്ളായിട്ട് നിങ്ങളെ ലീഡ് ചെയ്യാൻ പറ്റുന്ന റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പേർട്സ് ഉണ്ട്, റിയൽറ്റേഴ്സൊക്കെ. നമുക്ക് റെൻ്റൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുകയും അങ്ങനെ നല്ല രീതിയിൽ ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ക്ലയൻസ് തന്നെ എനിക്കുണ്ട്, മൾട്ടിപ്പിൾ റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ള ആൾക്കാർ.
പക്ഷേ പ്രൈമറി ഹോം ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കാണാതിരിക്കുക. റെൻറ്റിങ് നിങ്ങൾക്ക് റെൻറ്റിങ് ആണ് കൂടുതൽ ഫ്ലെക്സിബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ യു ഗോ ഫോർ റെൻറ്റിങ്. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ റെൻറ്റിങ് ആണെങ്കിലും ശരി, ഹോം ഓണർഷിപ്പ് ആണെങ്കിലും ശരി, ഇൻവെസ്റ്റ്മെൻറ്റ്സിലേക്ക് ക്യാഷ് പോവാതെ, ഇൻവെസ്റ്റ്മെൻറ്റ്സിലേക്ക് നമ്മൾ ഫണ്ട് ചെയ്യാതെ കാനഡയിൽ ഒരു റിട്ടയർമെൻറ്റ് എന്ന് പറയുന്ന, അല്ലെന്നുണ്ടെങ്കിൽ ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്ന ആ ഒരു ഗോളിലേക്ക് നമുക്ക് എത്താൻ പറ്റത്തില്ല. വാട്ട് ഈസ് യുവർ ഡെഫിനിഷൻ ഫോർ ഫൈനാൻഷ്യൽ ഫ്രീഡം? ഫൈനാൻഷ്യൽ ഫ്രീഡം വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ രാവിലെ എണീറ്റ് ജോലിക്ക് പോകണം എന്നുള്ളത് ഓപ്ഷണലായി കഴിഞ്ഞാൽ അത് ഫൈനാൻഷ്യൽ ഫ്രീഡമാണ്. റൈറ്റ്. അതായിരിക്കണം ഫൈനാൻഷ്യൽ ഫ്രീഡം. നമ്മളുടെ എല്ലാ ഡെപ്റ്റ് കാര്യങ്ങളെല്ലാം പേ ഓഫായി വളരെ സ്റ്റേബിളായിട്ട് നമുക്കൊരു ഫാമിലിയെ നോക്കാൻ പറ്റുന്നു. കുറച്ച് കാലം ജോലിയിൽ നിന്നൊക്കെ മാറി നിൽക്കണമെന്നുണ്ടെങ്കിൽ മാറി നിൽക്കാം. റിട്ടയർ ആവണമെന്നുണ്ടെങ്കിൽ റിട്ടയർ ആവാം. ആ ഒരു പോയിന്റിനെയാണ് ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത്. അല്ലാതെ അതിനൊരു ഡെഫിനിഷൻ വേറെ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓരോ ആൾക്കാർക്കും ഫൈനാൻഷ്യൽ ഫ്രീഡം ഡിഫറെൻ്റ് ആണ്. ഇത് വളരെ നല്ലതാണ്. ഇന്നെനിക്ക് പോകണ്ടെങ്കിൽ ഇന്നെനിക്ക് പോകണ്ട, അതെൻ്റെ വ്യക്തിപരമായ ചോയ്സ് ആണെന്നുള്ള തീരുമാനം എടുക്കാൻ പറ്റുന്നൊരു കെൽപ്പുള്ള സമയം വരിക എന്നുള്ളതാണ് ഫിനാൻഷ്യൽ ഫ്രീഡത്തിൻ്റെ ഏറ്റവും വലുത്. മെൽവിൻ എന്ന വ്യക്തി കാനഡയിൽ ജീവിക്കുന്ന എല്ലാവർക്കും, സ്പെഷ്യലി മലയാളികളോട്, വാട്ട് ഈസ് എ വൺ തിങ് ദാറ്റ് യു റിയലി നീഡ് ടു ടെൽ ദം ദാറ്റ് ദേ ഷുഡ് നോ? ദർ ഈസ് എ ലോട്ട്. നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ ഒരു 1 hour ഡിസ്കഷനിൽ പോലും പറഞ്ഞു തരാൻ പറ്റാത്ത അത്രയും ഇൻഫർമേഷനും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ എല്ലാവർക്കും ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടൈമെങ്കിലും കനേഡിയൻ ഫൈനാൻഷ്യൽ സിസ്റ്റം, അതായത് ഫ്രം എ പേഴ്സണൽ ഫൈനാൻഷ്യൽ പെർസ്പെക്റ്റീവ്, അത് മനസ്സിലാക്കാനും പഠിക്കാനും ഇൻവെസ്റ്റ്മെൻറ്റ്സും രജിസ്റ്റേർഡ് മീഡിയമും ടാക്സ് സിസ്റ്റവും ഒക്കെ മനസ്സിലാക്കാനുള്ള ഒരു ടൈം ഇടുക. അതിട്ട് നമുക്ക് കാര്യങ്ങളെക്കുറിച്ചൊരു ബെറ്റർ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് നമുക്കുണ്ടെങ്കിൽ 2 കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, മറ്റൊരാൾ നമ്മളെ മുതലെടുക്കത്തില്ല. നമ്മളുടെ ലാക്ക് ഓഫ് നോളജിനെ മറ്റൊരാൾ മുതലെടുക്കത്തില്ല. 2, നമുക്ക് ഈ നോളജ് യൂസ് ചെയ്തുകൊണ്ട് കാനഡയിൽ വെൽത്ത് ബിൽഡ് ചെയ്യാനും ഇൻവെസ്റ്റ്മെൻറ്റ്സ് ബിൽഡ് ചെയ്യാനും ഈ പറഞ്ഞ ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്താനും പറ്റും. അപ്പം സ്പെൻഡ് ടൈം ടു ലേൺ അബൌട്ട് ഹൗ ഫൈനാൻഷ്യൽ സിസ്റ്റം വർക്ക്സ് ഇൻ കാനഡ. കാറിൻ്റെ മെക്കാനിക്കൽ സൈഡ് അറിയാത്തൊരു വ്യക്തിയെ കാറിൻ്റെ ഷോറൂമുകാർ പറ്റിക്കുന്ന പോലെ തന്നെ. തീർച്ചയായിട്ടും നമുക്ക് വണ്ടിയുടെ കളർ കാണിച്ച് പറ്റിക്കാൻ പറ്റും. ഓക്കെ, വീട് മേടിക്കാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും വേണ്ടി ഒരു ചോദ്യം ചോദിക്കുക. ഫോർ എക്സാമ്പിൾ, വീട് മേടിക്കാൻ പ്ലാനുണ്ട്. അപ്പോൾ ആ പേയ്മെൻറ്റ് അല്ലെങ്കിൽ ആ നമ്മുടെ കയ്യിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്ത് വീട് വാങ്ങുക എന്നുള്ളതാണോ ഓപ്ഷൻ? അതല്ലാതെ വേറെ റെൻ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നമ്മൾ പോവുക എന്നുള്ളതാണോ ഓപ്ഷൻ? സോ വിച്ച് വൺ യു ചൂസ്? അത് പേഴ്സണൽ ചോയ്സസ് ആണ്. റിയൽ എസ്റ്റേറ്റ് നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൈമറി ഹോം ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കാണരുത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ നിങ്ങൾക്ക് പ്രൈമറി ഹോം വേണ്ട, അതല്ലാതെയുള്ള റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സിലേക്ക് പോകാം എന്നൊരു മൈൻഡ് സെറ്റ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, റിയൽ എസ്റ്റേറ്റ് റെൻ്റൽ ഇൻകം, റെൻ്റൽ ബിസിനസ്സിലേക്കൊക്കെ വരുമ്പം ഇറ്റ് കംസ് വിത്ത് എ ലോഡ് ഓഫ് റെസ്പോൺസിബിലിറ്റീസ്. അതൊരു പാസീവ്ലി മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഒന്നുമല്ല. അതിന് ഒരുപാട് റിസ്ക്കുകളും ചാലഞ്ചസും ഉണ്ട്. മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ് ഇറങ്ങും. കാരണം എനിക്ക് പേഴ്സണലി അറിയാവുന്ന 3-4 വീടുണ്ടായിട്ട് സ്റ്റുഡൻസിന് റെൻ്റ് ഔട്ട് ചെയ്തിരുന്ന ആൾക്കാരുണ്ട്. വളരെ സക്സസ്ഫുൾ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ബിസിനസ്. പക്ഷേ പെട്ടെന്ന് ഇമിഗ്രേഷൻ റൂൾസിൽ മാറ്റങ്ങൾ വരുന്നു, ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ വരവ് നിൽക്കുന്നു. അവരുടെ 4-5 വീടുകളിൽ പകുതി ഇപ്പോൾ എംപ്റ്റി ആയി കിടക്കുക. പക്ഷേ അതിനൊക്കെ സ്റ്റിൽ മോർഗേജ് ഉണ്ട്. ബാങ്കിന് നിങ്ങൾക്ക് റെൻ്റൽ ഇൻകം വരുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയേണ്ട കാര്യമില്ല. അവർക്ക് മന്ത്ലി മോർഗേജ് എത്തണം. ഇത് സെല്ല് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ കറണ്ട് മാർക്കറ്റിൽ വീട് സെല്ലായി പോകുന്നുമില്ല. അങ്ങനെ സ്റ്റക്ക് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. സോ ഏത് ബിസിനസ്സിലേക്കാണെന്നുണ്ടെങ്കിലും ഏത് ഇൻവെസ്റ്റ്മെൻറ്റിലേക്കാണെന്നുണ്ടെങ്കിലും അതിൻ്റെ റിസ്ക്കുകളും കൂടെ അറിഞ്ഞിട്ട് വേണം ഇറങ്ങിച്ചെല്ലാൻ. ഇനി റിസ്ക്കുകൾ അത്രയും ആക്റ്റീവ്ലി മാനേജ് ചെയ്യാനായിട്ടുള്ള മനസ്സോ സ്കില്ലോ ടൈമോ ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇൻഡെക്സ്ഡ് ഇൻവെസ്റ്റിംഗ് സ്ട്രാറ്റജീസും നമുക്ക് ഡയറക്റ്റ് സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫണ്ടുകളൊക്കെ ഉള്ളത്. അതൊക്കെ വളരെ പാസീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷേ ചിലർക്ക് ദേ ഹാവ് ദാറ്റ് പാഷൻ ടു ബിൽഡ് വെൽത്ത് ഇൻ റിയൽ എസ്റ്റേറ്റ്. പക്ഷേ എപ്പോഴും ഒരു ഗൈഡൻസ് ഉണ്ടാവുന്നത് നല്ലതാണ്. ശരിക്കും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് അതിൽ നിന്നും റിട്ടേൺ ഉണ്ടാക്കുകയും ആ ഇൻഡസ്ട്രി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കുറച്ച് കോർ നോളജ് ഉള്ള അഡ്വൈസേഴ്സ് ത്രൂ ഈ പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസിലേക്ക് പോവുക. ഞാൻ മെൽവിൻ എന്ന വ്യക്തിയുടെ അടുത്ത് ഒരു ഫിനാൻഷ്യൽ അഡ്വൈസ് വാങ്ങി, ആൻഡ് ഐ ഫോളോഡ് വാട്ട് യു സെഡ് എക്സാക്ട്ലി, ആൻഡ് ദാറ്റ് മെയ്ഡ് ഇൻ ടു എ ഡെപ്റ്റ്. സോ ക്യാൻ ഐ സൂ യു? തീർച്ചയായിട്ടും അതിനൊരു സാഹചര്യം വളരെ കുറവാണ്. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് അഡ്വൈസേഴ്സ് ഇപ്പം ഞാനൊന്നും ലെവറേജ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്
നമ്മൾ പ്രൊമോട്ട് ചെയ്യത്തില്ല. അപ്പോൾ ലെവറേജ്ഡ് ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടുന്നെങ്കിലും ഡെപ്റ്റ് എടുക്കുന്നു, ആ ഡെപ്റ്റ് യൂസ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഇഫ് ദാറ്റ് ഗോസ് റോങ്, നൗ യു ഡോണ്ട് ഹാവ് ദാറ്റ് മണി ബട്ട് യു ഹാവ് ദ ഡെപ്റ്റ് ലെഫ്റ്റ് ബിഹൈൻഡ്. അപ്പം അതത്ര പ്രാക്ടിക്കലോ അല്ലെന്നുണ്ടെങ്കിൽ അത്ര റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഓപ്ഷൻ അല്ല. സോ അങ്ങനത്തെ റിസ്കിയർ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ഒന്നും ഒരിക്കലും നമ്മൾ ആ റിസ്ക് ഏറ്റെടുക്കാനായിട്ടുള്ള സ്കില്ലോ നോളജോ ഇല്ലാത്ത ആൾക്കാർക്ക് റെക്കമെൻഡ് ചെയ്യത്തില്ല. അങ്ങനത്തെ ഇൻവെസ്റ്റ്മെന്റ്സും വളരെ കുറവാണ്. അതിൻ്റെ സാഹചര്യങ്ങൾ തന്നെ ഇല്ല ആൾക്കാർക്ക്. പക്ഷേ ഒരു അഡ്വൈസർ നിങ്ങൾക്ക് അഡ്വൈസ് തന്നു, ആ അഡ്വൈസ് നിങ്ങൾ ഫോളോ ചെയ്തു, ആ ഫോളോ ചെയ്തത് കാരണം നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടായി. നിങ്ങൾക്ക് ആ അഡ്വൈസർക്കെതിരെ ലീഗലി മൂവ് ചെയ്യാനും ആ അഡ്വൈസറുടെ കോമ്പൻസേഷൻ ചോദിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ഈ കാനഡയിലുണ്ട്. ഓക്കെ, അതിൻ്റെ ഔട്ട്കം എന്തായിരിക്കും ഡിറ്റർമൈൻ ചെയ്യുന്നത് ചിലപ്പം റെഗുലേറ്ററി ബോഡീസോ അല്ലെങ്കിൽ ലീഗൽ ബോഡീസോ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ചോദിക്കാം. യു ക്യാൻ ആസ്ക് ഫോർ കോമ്പൻസേഷൻ, യു ക്യാൻ ഫയൽ കംപ്ലയിൻറ്റ്സ്. ഒണ്ടാരിയോയിൽ ഫൈനാൻഷ്യൽ സെക്യൂരിറ്റീസ് റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഒണ്ടാരിയോ എന്ന് പറയുന്ന ഒരു ബോഡിയാണ് മോസ്റ്റ് ഫൈനാൻസ് അല്ലെങ്കിൽ മോർഗേജ് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വൈസേഴ്സിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. അപ്പം അവരുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇനി അതല്ല, നിങ്ങൾക്ക് സിവിയർ ഫൈനാൻഷ്യൽ ഡാമേജ് ക്രിയേറ്റ് ചെയ്ത സിറ്റുവേഷൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോയേഴ്സിനെ റീച്ച് ഔട്ട് ചെയ്യാം. ഇങ്ങനെയുള്ള ഫൈനാൻഷ്യൽ ഫ്രോഡിനെയൊക്കെ നിങ്ങൾക്ക് വേണ്ടി റെപ്രസെൻറ്റ് ചെയ്യുന്ന ലോയേഴ്സും ഉണ്ട്. ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരാൻ താല്പര്യമുള്ളവരോട് പറയാനുള്ള ഒരു മന്ത്രം എന്താണ്? ഡീലിംഗ് വിത്ത് പീപ്പിൾസ് മണി. ഓക്കെ, വൺ റോങ് അഡ്വൈസ് അവരുടെ എൻറ്റയർ ലൈഫിനെ തന്നെ ചിലപ്പോൾ മാറ്റും. ഓക്കെ, സോ വെൻ യു ആർ ഗിവിങ് അഡ്വൈസ്, മേക്ക് ഷുവർ യു നോ വാട്ട് യു ആർ ഡൂയിങ്. ഓക്കെ, ഒരൊറ്റ റോങ് അഡ്വൈസ് മതി ഒരാളെ ഹെവി ഫൈനാൻഷ്യൽ ഡെപ്റ്റിലേക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഫൈനാൻഷ്യൽ സ്ട്രഗിളിലേക്കോ പറഞ്ഞു വിടാനായിട്ട്. അപ്പം നമ്മളുടെ അടുത്ത് വരുന്ന ആൾക്കാർ നമ്മളോടുള്ള ട്രസ്റ്റിൻ്റെ പേരിലാണ് വരുന്നത്. ഓക്കെ, ഹീ നോസ് സംതിങ് ദാറ്റ് ഐ ഡോണ്ട് നോ. ഓക്കെ, അപ്പോൾ അവർക്ക് കൊടുക്കുന്ന അഡ്വൈസ് നിങ്ങളുടെ പേഴ്സണൽ ബെനിഫിറ്റ് മാത്രം കണ്ടിട്ടുള്ള അഡ്വൈസ് ആണെന്നുണ്ടെങ്കിൽ, ഈ ക്ലയൻസ് എല്ലാം നമുക്ക് പേഴ്സണലി പല രീതിയിൽ അറിയാവുന്ന ആൾക്കാരാണ്. ഒബ്വിയസ്ലി ആയിരിക്കുമല്ലോ. എന്നെങ്കിലും മേ ബി ലൈക്ക് 10 or 20 years ഡൗൺ ദ റോഡ് നമ്മൾ ഇന്ന് കൊടുത്ത അഡ്വൈസ് റോങ് ആയിരുന്നു എന്ന് അവർക്ക് റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മളുടെ അടുത്ത് തിരിച്ചു വരും. അതിൻ്റെ ലീഗൽ ഇംപ്ലിക്കേഷൻസ് അല്ല ഞാൻ പറഞ്ഞു വരുന്നത്, ആ ആളെ ഫേസ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് നമുക്ക് ആ ഒരു സൈഡും കൂടെ നമ്മൾ റിലേഷൻഷിപ്സിനെയൊക്കെ അത് അഫക്റ്റ് ചെയ്യും. സോ ഇഫ് യു ആർ കമ്മിങ് ഇൻ ടു ദിസ് ഇൻഡസ്ട്രി, മേക്ക് ഷുവർ ഒരു നല്ല ട്രെയിനർ ഉണ്ടാവുക. നമുക്കൊരിക്കലും സ്വന്തം ഇത് പഠിക്കാൻ പറ്റത്തില്ല, ഒരാളുടെ കീഴിൽ നിന്ന് പഠിക്കുക. ആ പഠിപ്പിക്കുന്ന ആൾ എത്തിക്കലി ബിസിനസ് ചെയ്യുന്ന ഒരാളാണെന്ന് ഉറപ്പുവരുത്തുക. നമ്മളും എത്തിക്കൽ ആൻഡ് ലീഗൽ വാല്യൂസ് ഫോളോ ചെയ്തുകൊണ്ട് ബിസിനസ് ചെയ്യുക. ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് എന്നുള്ളത് നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി ആണോ? ക്യാൻ എനിവൺ ബിക്കം എ ഫിനാൻഷ്യൽ കൺസൾട്ടന്റ്? ആൻസർ ഈസ് യെസ് ഫോർ ബോത്ത് ഓഫ് യുവർ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം അബിക്ക് തന്നെ പല കാര്യങ്ങളും കാനഡയിൽ പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. വുഡൻറ്റ് ഇറ്റ് ബി നൈസ് ഇഫ് യു ഹാഡ് സമൺ ടു ഗൈഡ് യു, റൈറ്റ്? അങ്ങനെ ഒരാൾ നിങ്ങളെ ഗൈഡ് ചെയ്യുമ്പം അവർക്ക് നമ്മളുടെ കയ്യിൽ നിന്ന് പേയ്മെൻ്റ് ഒന്നും കൊടുക്കണ്ട, പക്ഷെ അവർ നമുക്ക് റൈറ്റ് അഡ്വൈസ് ഒക്കെ തരുന്നുണ്ട്. അങ്ങനത്തെ സാഹചര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ മ്യൂച്വൽ വിൻ വിൻ ഫോർ ബോത്ത് ക്ലയൻറ്റ് ആൻഡ് ദ അഡ്വൈസർ. സോ കാനഡയിൽ വന്നിട്ടുള്ള ഇപ്പോൾ കഴിഞ്ഞ 3-4 വർഷത്തിനുള്ളിലൊക്കെ വന്നത് ഒരുപാട് ആൾക്കാർ കാനഡയിൽ വന്നിട്ടുണ്ട്. ഇവർക്ക് ആർക്കും കനേഡിയൻ ഫൈനാൻഷ്യൽ സിസ്റ്റവും അല്ലെങ്കിൽ ഇവിടെ എങ്ങനെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യണമെന്നോ ഒന്നും അറിയത്തില്ല. ബാങ്കുകളെയൊക്കെ നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടേ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അഡ്വൈസറി റോൾ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ കൺസൾട്ടൻ്റ് അല്ലെങ്കിൽ ഇൻഷുറൻസ് ബ്രോക്കർ എന്നൊക്കെ പറയുന്ന റോളുകൾ ഭയങ്കര റെലവൻ്റാണ് നമ്മുടെ ഇൻഡസ്ട്രി, നമ്മുടെ മാർക്കറ്റിൽ, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ. നമ്മുടെ കമ്മ്യൂണിറ്റി അത് റെക്കഗ്നൈസ് ചെയ്ത് വരുന്നതേ ഉള്ളൂ, പക്ഷേ അറ്റ് സം പോയിന്റ് അത് റെലവൻ്റ് ആകും. ഫൈനാൻഷ്യൽ കൺസൾട്ടൻ്റ് ആവാൻ ആർക്ക് പറ്റും, അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും ലൈസൻസ് എടുക്കാം. ആ ലൈസൻസ് എഴുതി പാസ്സായി സക്സസ്ഫുള്ളി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഒരു ലൈസൻസ് മാത്രമല്ല ഉള്ള ഒരുപാട് ലൈസൻസസ് ഉണ്ട്. മ്യൂച്വൽ ഫണ്ട് ലൈസൻസ് ഉണ്ട്, ഇൻഷുറൻസ് ലൈസൻസ് ഉണ്ട്, നമുക്ക് മറ്റ് ഡെസിഗ്നേഷൻസ് ചെയ്യാം. സോ ആർക്ക് വേണമെങ്കിലും വരാൻ പറ്റുന്ന ഇൻഡസ്ട്രിയാണ്. എനിക്കും പേഴ്സണലി ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്ന ഒരാളൊന്നുമല്ല, പക്ഷേ അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരാത്ത ഒരാൾ ഈ ഫീൽഡിലേക്ക് വരുമ്പോൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഡബിൾ എഫേർട്ട് ഉണ്ടാവണം കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ കോളേജിൽ പോയി സാധനം പഠിച്ചിട്ടില്ല, നമ്മൾ ഈ രാജ്യത്ത് ജനിച്ചു വളർന്ന ആൾക്കാരല്ല. അപ്പം നമുക്ക് തന്നെ ഈ കാര്യങ്ങൾ പഠിച്ചെടുക്കാനുള്ള എഫേർട്ട് ഇടാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന അഡ്വൈസ് തെറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. So with that, that's the end of our today's episode. Thanks for sharing your valuable knowledge, your advice. Thanks for sharing everything that related to finance. ഈ റിലേഷൻ മുന്നോട്ട് കീപ്പ് ചെയ്യുക. നമ്മൾക്കും വേണ്ട ഫിനാൻഷ്യൽ അഡ്വൈസുകൾ മുന്നോട്ട് പറഞ്ഞു തരാൻ നിൽക്കുക.
ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ബീങ് എ പാർട്ട് ഓഫ് CS Fit. താങ്ക് യു.